Good evening, everyone. Myself, Rehana. So, ഇന്ന് എല്ലാവർക്കും I+ന്റെ മാരത്തോൺ സെഷനിലേക്ക് സ്വാഗതം. സോ UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാമിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻസും ആണ് നമ്മൾ ഈ ഒരു മാരത്തോണിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു മാരത്തോണിൽ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ നമ്മൾ ആ 50 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും, അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് ചേർന്ന് വരുന്ന കുറച്ച് കൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഒരു 2 hours ആണ് ഈ ഒരു മാരത്തോൺ സെഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഓഡിയബിൾ ആണോ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാലും മതി. ഓഡിയബിൾ ആണോ? ഓക്കെ ഓക്കെ, സോ താങ്ക് യു. സോ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നിങ്ങളും കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളും ആൻസേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുക. സോ അതിലൂടെ നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാരത്തോൺ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മാരത്തോൺ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തരം ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. either നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ മൈക്രോ എന്ന് ഹാൻഡ് ഒന്ന് ചെയ്യുവാണെങ്കിൽ മൈക്രോഫോണിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ എല്ലാവർക്കും ഒന്നുകൂടെ നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് മാരത്തോണിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 50 ക്വസ്റ്റ്യൻസും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ഈസിയാണ് ആൻസർ ചെയ്യാൻ. സോ എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്ലാസിക്കൽ ലിബറലിസം? സോ പൊളിറ്റിക്കൽ സയൻസിന്റെ വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. സോ ക്ലാസിക്കൽ ലിബറലിസം ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാലാണ് നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്ലാസിക്കൽ ലിബറലിസം? എ ഇൻഡിവിജ്വലിസം, ബി വെൽഫെയറിസം, സി നാച്ചുറൽ റൈറ്റ്സ്, ഡി നെഗറ്റീവ് ലിബർട്ടി. സോ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾക്കൊന്ന് ആലോചിച്ചൊന്ന് ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ എനിവൺ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ആദിത്യ വിജയൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വളരെ എളുപ്പത്തിലുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെ ഞാനിനി അതിന് എന്താണ് ഉത്തരം നമുക്ക് നോക്കാം. ആദിത്യ പറഞ്ഞതുപോലെ തന്നെ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, വെൽഫെയറിസം. ക്ലാസിക്കൽ ലിബറലിസത്തിനോട് ചേർന്ന് നിൽക്കാത്തൊരു ടേം ഏതാണ്? വെൽഫെയറിസം ആണ്. ഓക്കെ, സോ ഇൻഡിവിജ്വലിസം, നാച്ചുറൽ റൈറ്റ്സ്, നെഗറ്റീവ് ലിബർട്ടി, ഈ 3 കൺസെപ്റ്റുകളും ക്ലാസിക്കൽ ലിബറലിസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ക്ലാസിക്കൽ ലിബറലിസം കൂടുതലായിട്ടും ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും സ്റ്റേറ്റിന്റെ മിനിമൽ റോളിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സോ വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെൽഫെയറിസം എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്ലാസിക്കൽ ലിബറലിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ലിബർട്ടേറിയനിസം? സോ നിങ്ങൾ എന്തായാലും ഫെമിലിയർ ആയിരിക്കും ലിബർട്ടേറിയനിസം എന്ന് പറയുന്ന ഐഡിയോളജിയുമായിട്ട്. സോ ഏത് ടേം ആണ് ലിബർട്ടേറിയനിസത്തോട് ചേർന്ന് നിൽക്കാത്തത്, അല്ലെങ്കിൽ ലിബർട്ടേറിയനിസം എന്ന് പറയുന്ന തിയറിയുമായിട്ട് ബന്ധപ്പെടാത്ത ടേം ഏതാണ്? എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി, ബി ലോ ടാക്സേഷൻ, സി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, നൈറ്റ് വാച്ച്മാൻ സ്റ്റേറ്റ്. ഇതിലേതാണ്? കുറച്ച് ട്രിക്കിയാണ്. അറിയാവുന്നവര് ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ ആൻസർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സി, ആദിത്യ വിജയൻ ആൻസർ ചെയ്തിരിക്കുകയാണ് സി. അജു സി ആൻസർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി തന്നെയാണ്, ബെസ്റ്റ് ഇൻ വർക്കിംഗ്. ബി, സി ആണ് ആൻസർ. സോ ഒരുപാട് പേർക്ക് ഇത് ശരിയായിട്ട് ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ സി, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. യെസ്, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പോസ്റ്റ് മാർക്സിസം? സോ എല്ലാവരും തിയറി ഒക്കെ പഠിക്കുമ്പോൾ
മാർക്സിസം, ലിബറലിസം പോലെയുള്ള പ്രധാനപ്പെട്ട തിയറികൾ മാത്രം പഠിച്ച് ബാക്കിയുള്ള തിയറികൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ പോസ്റ്റ് മാർക്സിസം, പോസ്റ്റ് ലിബറലിസം അല്ലെങ്കിൽ നിയോ ലിബറലിസം പോലെയുള്ള തിയറികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നെറ്റ് എക്സാമിൽ ലേറ്റസ്റ്റ് പാറ്റേണിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതുപോലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത ഇത് ഒരുപാട് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പോസ്റ്റ് മാർക്സിസം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പണൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. റിജക്ട്സ് ഇക്കണോമിക് ഡിറ്റർമിനിസം ഓഫ് ക്ലാസിക്കൽ മാർക്സിസം. ബി. സപ്പോർട്ട് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ്. സപ്പോർട്ടഡ് പ്രൈമസി ഓഫ് വർക്കിംഗ് ക്ലാസ് ഇൻ സോഷ്യലിസം. വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഏർണസ്റ്റോ ലക്ലാവ് ആൻഡ് ചണ്ടൽ മോഫെ. സോ ഇതിലെ ഏതാണ് ആൻസർ എന്നുള്ളതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. എന്താണ് ആൻസർ എന്ന് വരിക? 3. ഓക്കെ, അജു ബി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പോസ്റ്റ് മാർക്സിസം. സോ ഈ കറക്റ്റ് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കണം, എന്താണ് ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇത് പോസ്റ്റ് മാർക്സിസവുമായി ബന്ധമില്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബെസ്റ്റ് ഇൻ വർക്കിയും ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് മാർക്സിസവുമായി ബന്ധമില്ലാത്തതാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയാം. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഓക്കെ, സപ്പോർട്ടഡ് പ്രൈമസി ഓഫ് വർക്കിംഗ് ക്ലാസ് ഇൻ സോഷ്യലിസം. പോസ്റ്റ് മാർക്സിസം ക്ലാസിക്കൽ മാർക്സിസത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ക്ലാസിക്കൽ മാർക്സിസം പറയുന്ന ഇക്കണോമിക് ഡിറ്റർമിനിസം, ദാറ്റ് ഈസ് എവ്രിതിങ് ഈസ് ഡിറ്റർമിനന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. എല്ലാം ഇക്കോണമിയെ ബേസ് ചെയ്തിട്ടാണുള്ളത് എന്ന് പറയുന്ന ഇക്കോണമിക് ഡിറ്റർമിനസത്തെ ഓപ്പോസ് ചെയ്യാണ് പോസ്റ്റ് മാർക്സിസം ചെയ്യുന്നത്. പോസ്റ്റ് മാർക്സിസം നോൺ ഇക്കണോമിക് മെറ്റീരിയൽസിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ, സപ്പോർട്ട് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഓഫ് ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ്. അതും റൈറ്റ് ആൻസർ ആണ്. കാരണം ക്യാപിറ്റലിസം ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിന്റെ ഒരു സ്ട്രക്ചറലിസ്റ്റ് വ്യൂ, ഫോർ എക്സാമ്പിൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് കുട്ടികൾക്കിടയിൽ. അതായത് എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? സപ്പോർട്ട് സ്ട്രക്ചറലിസ്റ്റ് വ്യൂ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ്. മാർക്സിസം ഒരു സ്ട്രക്ചറലിസ്റ്റ് വ്യൂ മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്താധാരയാണ്. ഓക്കെ, മാർക്സിസം സ്റ്റേറ്റിനെ കാണുന്നത് ഒരു സ്ട്രക്ചറൽ വ്യൂ പോയിന്റിലൂടെയാണ്. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. പോസ്റ്റ് മാർക്സിസവും ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഒരു സ്ട്രക്ചറലിസ്റ്റ് വ്യൂ പോയിന്റിലൂടെയാണ് കാണുന്നത്. മൂന്നാമത്തെ കാര്യം, സപ്പോർട്ടഡ് ദി പ്രൈമസി ഓഫ് വർക്കിംഗ് ക്ലാസ് ഇൻ സോഷ്യലിസം. ഈ ഒരു പോയിന്റിലാണ് മാർക്സിസവും പോസ്റ്റ് മാർക്സിസവും തമ്മിൽ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ളത്. പോസ്റ്റ് മാർക്സിസം പ്രൈമസി ഓഫ് വർക്കിംഗ് ക്ലാസിനെ അനുകൂലിക്കുന്നില്ല. അതായത് ഒരു സൊസൈറ്റിയിൽ വർക്കിംഗ് ക്ലാസ്സിനാണ് കൂടുതൽ പ്രൈമസി എന്ന് പറയുന്ന ക്ലാസിക്കൽ അതായത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തില് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിൽ എവിടെയായാലും വർക്കിംഗ് ക്ലാസ്സിനാണ് അവിടെ പ്രൈമറി പോയിന്റ് ഉള്ളത് അല്ലെങ്കിൽ പ്രൈമസി ഉള്ളത് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ആര് അംഗീകരിക്കുന്നില്ല? പോസ്റ്റ് മാർക്സിസം അംഗീകരിക്കുന്നില്ല. ഓക്കെ, സോ ഇതില് ഡി പോയിന്റ് പ്രൊപ്പൗണ്ടഡ് ബൈ എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സി ആണ് ഇതില് പോസ്റ്റ് മാർക്സിസവുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇറ്റ് നെവർ സപ്പോർട്ടഡ് ദി പ്രൈമസി ഓഫ് വർക്കിംഗ് ക്ലാസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഓക്കെ, സോ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് തിയറി? ലിബറലിസം, കമ്മ്യൂണിറ്റേറിയനിസം, കൺസ്ട്രക്റ്റിവിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഇതിൽ ഏത് തിയറിയുമായിട്ടാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ആദിത്യ വിജയൻ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. യെസ്, അപർണയും എ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻസർ പറയാവുന്നവർക്ക് ചാറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ, സോ ആദിത്യയും അപർണയും പറഞ്ഞതുപോലെ തന്നെ എ തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ലിബറലിസം ആണ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് മോസ്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന തിയറി. ഓക്കെ,
ആസ് ഐ സെഡ് ഏർലിയർ, ലിബറലിസം ആണ് കൂടുതലായിട്ടും റൈറ്റ്സിനെ കുറിച്ചും ലിബർട്ടിയെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ജസ്നയും എ എന്നുള്ള ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, സോ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യത്തില് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. ജോൺ റോൾസിന്റെ ഐഡിയ ഓഫ് ഗ്ലോബൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോൺ റോൾസും അദ്ദേഹത്തിന്റെ ഐഡിയാസും വളരെ റിപ്പീറ്റഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ചോദ്യമോ അല്ലെങ്കിൽ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ജോൺ റോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരുപാട് ജസ്റ്റിസ് കൺസെപ്റ്റ് ഉണ്ട്, ഓവർലാപ്പിംഗ് കൺസെൻസസ്, ഇതുപോലത്തെ കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ജോൺ റോൾസ് ഐഡിയ ഓഫ് ഗ്ലോബൽ ജസ്റ്റിസ്? ജോൺ റോൾസിന്റെ ഗ്ലോബൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത്, നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ, ഹി ഫോർമുലേറ്റഡ് ഹിസ് ഐഡിയ ഓഫ് ഗ്ലോബൽ ജസ്റ്റിസ് ഇൻ ഹിസ് ബുക്ക് ലോസ് ഓഫ് പീപ്പിൾ. ബി, decent non-liberal people would also accept the laws of people. C, he extended his differences principle into global level. D, it was based on core liberal principles of tolerance. ഇതിൽ ഏതാണ് ജോൺ റോൾസിന്റെ ഐഡിയ ഓഫ് ഗ്ലോബൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്? അദ്ദേഹം അത് ഗ്ലോബൽ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോളറൻസിനെ ബേസ് ചെയ്തിട്ടാണോ ജസ്റ്റിസ് ഉള്ളത്? അദ്ദേഹം ലോസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണോ ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? യെസ്, അപർണ ആൻസർ ചെയ്തിരിക്കുന്നത് സി എന്നാണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്, അജു ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ വിജയൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിത്യ ബി എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, അജു എ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഹി എക്സ്റ്റെൻഡഡ് ഹിസ് ഡിഫറൻസസ് പ്രിൻസിപ്പിൾ ഇൻ ടു ഗ്ലോബൽ ലെവൽ. അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്ന ലിബർട്ടി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹം പെർട്ടിക്കുലർലി ഒരു ഡെമോക്രാറ്റിക് ലിബറൽ സൊസൈറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ലിബറൽ സൊസൈറ്റിയിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ജസ്റ്റിസ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുള്ളൂ, ബാക്കി ഒരു സൊസൈറ്റിയിലും അത് ഉണ്ടാവില്ല. സോ ഒരു ഗ്ലോബൽ ലെവലിൽ അദ്ദേഹത്തിന്റെ ലിബർട്ടി പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്, സോ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന സി ആണ്. ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്. A distribution condition in which resources cannot be reallocated to make one individual better off without making at least one individual worse off is called Pareto optimality, Dawkins resource equalization, Wals's Compass equality, Aristotle's proportional equality. അതായത് ഇതിൽ ആരുടെ കൺസെപ്റ്റ് ആണ് ഈ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്? അതായത് എ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷൻ ഇൻ വിച്ച് റിസോഴ്സസ് കനോട്ട് ബി റീഅലോക്കേറ്റഡ് ടു മേക്ക് വൺ ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിവിജ്വൽ വേഴ്സ് ഓഫ് ഹിസ് കോൾഡ്. അതായത് ഒരു മനുഷ്യന്റെ അവസ്ഥയെ നമുക്ക് ബെറ്റർ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് മാറ്റിമറിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മറ്റൊരു മനുഷ്യന്റെ ലൈഫ് വേഴ്സ് ആയി പോകും, നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ഇത് ആരുടെ കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപർണ ആൻസർ ചെയ്തിട്ടുണ്ട്, എ ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അജു എ ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ആദിത്യ വിജയൻ ഡി ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ കുറച്ചുകൂടെ സമയം തരാം, കാരണം ഇത് കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമയം കിട്ടിയല്ലോ. യെസ്, സോ ഇത് പരേറ്റോയുടെ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം ഇതിൽ പറയുന്നത് റിസോഴ്സസ് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ റിസോഴ്സസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന് എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വേയിൽ നമ്മൾ റിസോഴ്സസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതെപ്പോഴും നമുക്ക് ഒരിക്കലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് റിസോഴ്സസിനെ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഈക്വാലിറ്റി സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ. അപ്പം ഈ റിസോഴ്സസ് എത്തിപ്പെടേണ്ട കൈകളിൽ എത്തിപ്പെട്ടാൽ മാത്രമാണ് ആ റിസോഴ്സസിന്റെ നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ എഫിഷ്യൻസി നോക്കി റിസോഴ്സസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ
ചിലപ്പോ കുറച്ചു പേർക്ക് ഒരു മനുഷ്യന്റെ ബെറ്റർ ആവുമ്പോഴത്തേക്കും മറ്റൊരു മനുഷ്യന് അത് വേഴ്സ് ആയിട്ട് പരിണമിക്കും. ഓക്കെ, ആണ് പാരേറ്റോയുടെ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഐ ഹോപ്പ് എവ്രി വൺ ക്യാൻ ആൻസർ. സോ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടേംസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു അനാർക്കിസം. അനാർക്കിസവുമായിട്ട് ബന്ധപ്പെടാത്ത ടേം ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അനാർക്കിസവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടാത്തത്? ഓപ്ഷൻ എ, no to formal hierarchical authority. So there is no hierarchical authority, anarchism. B, mutualism. C, political obligation. D, state is unnecessary evil. So ഇതിൽ ഏതാണ് അനാർക്കിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്തത്? അപർണ രവിചന്ദ്രൻ സി ആൻസർ ചെയ്തിട്ടുണ്ട്, അജു സി ആൻസർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ആൻസർ ചെയ്തതുപോലെ തന്നെ ആദിത്യ വിജയൻ സി ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ ആണ്. എന്തുകൊണ്ടാണ് അവിടെ പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ വന്നത്? അനാർക്കിസത്തില് നോ ഫോർമൽ ഹൈറാർക്കിക്കൽ അതോറിറ്റി ആണ് അല്ലെ. അനാർക്കിസത്തിൽ വിശ്വസിക്കുന്ന തിയറിസ്റ്റുകൾ എന്തിൽ വിശ്വസിക്കുന്നില്ല? ഒരു ഹൈറാർക്കി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. സോ ഹൈറാർക്കി ഉണ്ടെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഒബ്ലിഗേഷൻ ഇല്ല. അതായത് ഒരാള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അനുസരിക്കണമെന്നോ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ അനാർക്കി സിസ്റ്റത്തിൽ ഇല്ല. ഓക്കെ, ഹൈറാർക്കി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ എവിടെ ഇല്ല? അനാർക്കിക്കൽ സിസ്റ്റത്തിൽ ഇല്ല. അതുകൊണ്ട് സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഓക്കെ, ഇതും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡേവിഡ് ഈസ്റ്റണും ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ തിയറിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. As per David Easton, which is the reason for decline of political theory? പൊളിറ്റിക്കൽ തിയറിയിലെ ഡിക്ലൈനെ കുറിച്ചിട്ട് വാദിച്ചിട്ടുള്ള ഒരു തിങ്കർ ആണ് ഡേവിഡ് ഈസ്റ്റൺ. സോ ഡേവിഡ് ഈസ്റ്റൺ കുറച്ച് റീസൺസ്, ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ തിയറിയുടെ കുറച്ച് റീസൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഹിസ്റ്റോറിസിസം, പിന്നീട് ഹൈപ്പർ ഫാക്ച്വലിസം, മോറൽ റിലേറ്റിവിസം, വാല്യൂ പ്ലൂറലിസം. സോ ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 2 1 2 3 1 2 3 4 2 3 4. ഓക്കെ, ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതൊക്കെയോ ഡേവിഡ് ഈസ്റ്റൺ ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ തിയറിയുടെ റീസൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അജു എ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപർണ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും, ശ്രമിക്കാം. ഓക്കെ, ഡെസ്റ്റിൻ വർക്കി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആലോചിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. എപ്പോഴും നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളത് ആദ്യത്തെ വായനയിൽ ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കുക. അല്ലാതെ നമ്മൾ ധൃതിപ്പെട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ട്രിക്കി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. സോ ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞിട്ടുള്ള റീസൺസ് ഏതൊക്കെയാണ്? ആദിത്യ വിജയൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജെഫ്ന മനാഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1 2 3 ആണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹിസ്റ്റോറിസിസം, ഹൈപ്പർ ഫാക്ച്വലിസം, മോറൽ റിലേറ്റിവിസം, ഇതൊക്കെയാണ് 3 റീസൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡേവിഡ് ഈസ്റ്റൺ ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള 3 റീസൺ. ഓക്കെ, ഹിസ്റ്റോറിസിസം, ഹൈപ്പർ ഫാക്ച്വലിസം, മോറൽ റിലേറ്റിവിസം. ഓക്കെ, ഞാൻ സ്പീഡ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ 9th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഹു ഓഫ് ദ ഫോളോയിങ് ഡിഡിൻ പ്രെഡിക്റ്റ് ഓർ സപ്പോർട്ട് ഡിക്ലൈൻ ആൻഡ് ഡിമൈസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി? സോ ഓക്കെ, സ്പീഡ് കുറക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് തസ്നീന. ഐ എം സോറി തസ്നീന, ഞാൻ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, സോ 9th ക്വസ്റ്റ്യൻ, ഹു ഓഫ് ദ ഫോളോയിങ് ഡിഡിൻ പ്രെഡിക്റ്റ് ഓർ സപ്പോർട്ട് ഡിക്ലൈൻ ആൻഡ് ഡിമൈസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി? സോ നമുക്ക് കുറച്ച് പേരുടെ പേരുകൾ തന്നിട്ടുണ്ട്, ഒരു 5 പേരുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഈ 5 പേരില് ഡിമൈസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാത്തതും പ്രെഡിക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാം. ഇച്ചിരി ട്രിക്കിയാണ് ഈ ക്വസ്റ്റ്യൻ, നന്നായിട്ട് വായിക്കുക എന്നിട്ട് ആൻസർ ചെയ്യുക. ഓപ്ഷൻ നമ്പർ എ പീറ്റർ ലാസ്ലെറ്റ്, ഇസയ ബെർലിൻ, SM ലിപ്സെറ്റ്, ആൽഫ്രഡ് കോബൻ, റോബർട്ട് ഡാൽ. ഇതിൽ ആരാണ് എന്നുള്ളതാണ്. ഡിഡിൻ പ്രെഡിക്റ്റ് ഓർ സപ്പോർട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിഡിൻ സപ്പോർട്ട്, ഡിഡിൻ പ്രെഡിക്റ്റ്.
ഇത് ഇച്ചിരി കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ബി ആണ് പറഞ്ഞിട്ടുള്ളത്, ഇസയ ബെർലിൻ. ബിയും ഇയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റോബർട്ട് ഡാൽ ആണ് കേട്ടോ. അതെന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസയ ബെർലിനും സംശയം ഉണ്ടാവാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസയ ബെർലിൻ ഡിക്ലൈനെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പൊളിറ്റിക്കൽ തിയറിയുടെ റിവൈവലിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇസയ ബെർലിൻ ഈ റിവൈവൽ, ഡിമൈസ്, പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു തിങ്കറാണ്. സോ ഇതിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാള് റോബർട്ട് ഡാൽ ആണ്. സോ റോബർട്ട് ഡാൽ ആണ് ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപർണ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇസയ ബെർലിൻ എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. പക്ഷെ അതാണ് കേട്ടോ റീസൺ. ഇസയ ബെർലിൻ ഡിമൈസിനെ ഡയറക്റ്റ് ആയിട്ട് but didn't he declare political theory to be dead around the same period? Yeah, that's what I'm saying. That's what I'm saying. Our question എന്ന് പറയുന്നത് didn't predict or support decline. Are you talking about Dal? റോബർട്ട് ഡാൽ ഓർ ഇസയ ബെർലിൻ? അപർണ രവിചന്ദ്രൻ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? റോബർട്ട് ഡാലിനെ കുറിച്ചാണോ അതോ ഇസയ ബെർലിനെ കുറിച്ചാണോ? Dal. Basically, didn't he declare political theory to be dead around the same period? Based on my understanding, റോബർട്ട് ഡാൽ ആണ് ഇതിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരാള്. സോറി ഫോർ ദ കൺഫ്യൂഷൻ. ഞാൻ ഈ ഒരു സെഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ആ കൺഫ്യൂഷനെ കുറിച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. ഓക്കെ, ഐ എം സോറി ഫോർ ദ കൺഫ്യൂഷൻ. ഓക്കെ, കോബന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. അദ്ദേഹം ഡിക്ലൈനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത് ഇസയ ബെർലിനെ കുറിച്ചിട്ടും റോബർട്ട് ഡാലിനെ കുറിച്ചിട്ടുമാണ്. റോബർട്ട് ഡാൽ ആണ് എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നത്. സോ ഇസയ ബെർലിൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. ഐ എം സോറി, ഞാനിത് ആൻസർ കീ നോക്കി തയ്യാറാക്കിയതാണ്. ഒന്ന് നോക്കാം, ഞാൻ ഈ സെഷൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിനൊരു ക്ലാരിറ്റി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു Gramsci's concept of hegemony. Oh, thank you, Ravi. Abarna. I should say thank you. So, ഈ ഒരു സെഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഞാനത് ക്ലിയർ ചെയ്യാവുന്നതാണ്. Then, 10th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which is not related to Gramsci's concept of hegemony. ഗ്രാംഷിയുടെ ഹെജമണി കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാത്ത ഗ്രാംഷിയുടെ ഹെജമണി കൺസെപ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഫാക്ടർ ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് താഴെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് ഗ്രാംഷിയുടെ കൺസെപ്റ്റ് ഓഫ് ഹെജമണിയുമായിട്ട് ചേർന്ന് നിൽക്കാത്തത്? നോട്ട് റിലേറ്റഡ് ടു മാനുഫാക്ചറിംഗ് ഓഫ് കൺസെന്റ്, ഇക്കണോമിക് ഡിറ്റർമിനിസം, ഐഡിയോളജി, ഡോമിനൻസ് വിത്തൗട്ട് കൊയേഷൻ. സോ ഇതിൽ ഏതാണ് മാനുഫാക്ചറിംഗ് ഓഫ് കൺസെന്റ്, ഇക്കണോമിക് ഡിറ്റർമിനിസം, ഐഡിയോളജി, ഡോമിനൻസ് വിത്തൗട്ട് കൊയേഷൻ? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമോ? ബി. യെസ്. സോ എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഇക്കണോമിക് ഡിറ്റർമിനിസം. ഓക്കെ, അതാണ് ഗ്രാംഷിയുടെ കൺസെപ്റ്റ് ഓഫ് ഹെജമണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്തത്. അദ്ദേഹം ആ ഒരു പോയിന്റിനെ എതിർക്കുന്ന ഒരാളാണ്. ഓക്കെ, സോ നമ്മൾ 11th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഇസയ ബെർലിൻ? He preferred negative over positive liberty. He declared demise of political theory on the wake of behavioral revolution. Then negative liberty, in his view, should be distinguished from the conditions of its exercise. He supported value pluralism. ഇതിൽ ഏത് ആണ് ഇസയ ബെർലിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? സോ ഇതിലും ആ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ആൻസർ ആയിട്ടും കൺഫ്യൂഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപർണ രവിചന്ദ്രൻ ആൻസർ ബി. ആദിത്യ വിജയൻ, സോറി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ആണ്, ബി ആണ്. ഹി ഡിക്ലെയർ ഡിമൈസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി ഓൺ ദ വേക്ക് ഓഫ് ബിഹേവിയറൽ റെവല്യൂഷൻ. അതാണ് അദ്ദേഹത്തിനുമായിട്ട് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ,
സോ 12th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ മാരത്തോണിൽ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സോ 12th ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ജോൺ റോൾസിന്റെ തിയറിയിലേക്ക് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. പല രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട്. ഓപ്ഷൻ എ, ഇറ്റ് ഗേവ് ലെക്സിക്കൽ പ്രയോറിറ്റി ടു ലിബർട്ടി പ്രിൻസിപ്പിൾ ഓവർ ഈക്വാലിറ്റി പ്രിൻസിപ്പിൾ. അദ്ദേഹം ഈക്വാലിറ്റി പ്രിൻസിപ്പിൾസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ലിബർട്ടി പ്രിൻസിപ്പിൾസിന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ യൂണിവേഴ്സലി ടു ഓൾ സൊസൈറ്റീസ്. ഇറ്റ് ഗേവ് പ്രയോറിറ്റി ടു റൈറ്റ്സ് ഓവർ കോമൺ ഗുഡ്. സോ ഇതിൽ ഏതാണ് ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത്? അപർണ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ്? നമ്മൾ ഇത് ആദ്യം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആദിത്യ വിജയൻ സി എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആപ്ലിക്കബിൾ യൂണിവേഴ്സലി ടു ഓൾ സൊസൈറ്റീസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അദ്ദേഹം പെർട്ടിക്കുലർ ആയിട്ടും ലിബറൽ സൊസൈറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന തിയറിയെ കുറിച്ച് പറയുന്നത്, തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ 13th ക്വസ്റ്റ്യൻ. 30th question, who considered positive liberty as a slippery slope leading to totalitarianism? എന്താണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് എല്ലാവർക്കും അറിയോ? സ്ലിപ്പറി സ്ലോപ്പ് പേപ്പർ 1 ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും അല്ലെ. നമ്മൾ എടുക്കുന്ന ചെറിയ സ്റ്റെപ്പ് പിന്നീട് വലിയൊരു ഔട്ട്കമ്മിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനിസത്തിലേക്കുള്ള സ്ലിപ്പറി സ്ലോപ്പ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനിസത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്നുള്ള കൺസെപ്റ്റ്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജെഎസ് മിൽ, ജെർമി ബന്ത, ഇസയ ബെർലിൻ, ചാൾസ് ടൈലർ. ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? 30. അപർണ രവിചന്ദ്രൻ, ആദിത്യ വിജയൻ സി, അപർണ സി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആദിത്യ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റിൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്, തസ്നീന സി എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, സി ആണ് അതിന്റെ ആൻസർ. ഇസയ ബെർലിൻ തന്നെയാണ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ജസ്ന സി എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, നമുക്ക് 14th ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്, who supported legal theory of right by stating natural rights are nonsense upon slaves? സോ ആരാണ് നാച്ചുറൽ റൈറ്റ്സിനെ നോൺസെൻസ് എന്ന് പറഞ്ഞത്? ബെന്താം, ജെഎസ് മിൽ, ഹരോൾഡ് ലാസ്കി, റോബർട്ട് നോസിക്. ഇതിൽ ആരായിരിക്കും അങ്ങനെ പറയാനുള്ള ചാൻസ് നാച്ചുറൽ റൈറ്റ്സ് നോൺസെൻസ് ആണെന്ന്? അപർണ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, തസ്നീന എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പേർക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് ഓർത്തു വെക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? നാച്ചുറൽ റൈറ്റ്സ് നോൺസെൻസ് സിമ്പിൾ ആണ് അല്ലെ? അപ്പോ ബന്ധാമാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ലീഗൽ തിയറി ഓഫ് റൈറ്റ്സിനെ ആര് സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കോഡ് ഉണ്ട് അതിൽ. ലീഗൽ തിയറി ഓഫ് റൈറ്റ് ബന്ധാമിന്റെ ആണ്. ഓക്കെ ഓക്കെ ദെൻ ഇത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്തായാലും പൊളിറ്റിക്കൽ സയൻസിന് നെറ്റ് എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് പൊക്കോളൂ, ഉറപ്പായിട്ടും ചോദിക്കും. ഹു സെറ്റ് ടാക്സേഷൻ ഈക്വൽസ് ഫോഴ്സ്ഡ് ലേബർ? ടാക്സേഷൻ ഫോഴ്സ്ഡ് ലേബർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? എ ഫെഡറിക് ഹയക്, ബി റോബർട്ട് നോസിക്, സി മിൽട്ടൺ ഫ്രീഡ്മാൻ, ഡി ജോൺ ലോക്ക്. പെട്ടെന്ന് ആൻസർ വരുന്നുണ്ട്. ആദിത്യ, തസ്നീന, അപർണ, ബെസ്റ്റിൻ വർക്കി, ബി. അപർണ ബി പറഞ്ഞിട്ടുണ്ട്, ആദിത്യ വിജയൻ ബി പറഞ്ഞിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, മൂപ്പര് ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിസ്റ്റ് കൂടെയാണ്. റോബർട്ട് നോസിക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ടാക്സേഷൻ ഈക്വൽസ് ടു ഫോഴ്സ്ഡ് ലേബർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് 16th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് വുഡ് യു അസോസിയേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ടിറണി ഓഫ് മെജോറിറ്റി? ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹു എമംഗ് ദ ഫോളോയിങ് വുഡ് യു അസോസിയേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ടിറണി ഓഫ് മെജോറിറ്റി? ജെഎസ് മിൽ, അലക്സ് ഡി ടോക്യോവില്ലെ, ബോത്ത് എ ആൻഡ് ബി, തോമസ് പെയിൻ.
ഇച്ചിരി ട്രിക്കിയാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആ വാക്ക് മാത്രം വായിച്ച്, ടിറണി ഓഫ് മെജോറിറ്റി മാത്രം വായിച്ച് ആൻസർ ഇതാണെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ടിറണി ഓഫ് മെജോറിറ്റീസ് എന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ ആ ടേം ആര് ഡിറൈവ് ചെയ്തിരിക്കുന്നു എന്നല്ല ചോദിക്കുന്നത്. സോ ആലോചിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് നെറ്റിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപർണ രവിചന്ദ്രൻ സി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. സി ആണോ? ബി ആൻസർ ചെയ്തിട്ടുള്ളവരെ എനിക്ക് മനസ്സിലാവും. സി റൈറ്റ്. സോ ഇത് ബി ആൻസർ ചെയ്തിട്ടുള്ളവരെ എനിക്ക് മനസ്സിലാവും, കാരണം ടിറണി ഓഫ് മെജോറിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് അലക്സ് ഡി ടോക്യോവിലെ ആണെങ്കിലും ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, സി. ദാറ്റ് മീൻസ് ഈ JS-വില്ലും ടോക്യോവിലെയും രണ്ടുപേരും, അതായത് ഒരു മൈനോറിറ്റിയുടെ മുകളിൽ ഒരു മെജോറിറ്റി റൂള് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം. അതായത് ഞാൻ അതാണ് പറഞ്ഞത്, വെറൊരു വാക്ക്, ഒരു ടേം കേട്ട് നമ്മളത് എടുത്തു ചാടി ആൻസർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആൻസർ അറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ നമ്മൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഹു ഗേവ് ദ കാപ്പബിലിറ്റി അപ്രോച്ച്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമാണ്. ഹു ഗേവ് കാപ്പബിലിറ്റി അപ്രോച്ച്? അമർത്യ സെൻ, മാർത്ത നുസ്ബം, ബോത്ത് എ ആൻഡ് ബി, ജെറാൾഡ് കോഹൻ. ബെസ്റ്റിൻ വർക്കി സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിത്യ വിജയൻ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിത്യ വിജയൻ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അപർണ രവിചന്ദ്രൻ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹു ഗേവ് ദി കാപ്പബിലിറ്റി അപ്രോച്ച്, കോയിൻ ചെയ്തിട്ടുള്ളതോ ഒന്നും അല്ല ചോദിക്കുന്നത്, ആരൊക്കെയാണ് കാപ്പബിലിറ്റി അപ്രോച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താ പറയാ തിങ്കേഴ്സ് എന്നുള്ളതാണ്. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അമർത്യ സെന്നും മാർത്ത ന്യൂസ്ബേമും രണ്ടുപേരും ഒരുമിച്ച് ആൻസർ ആയിട്ട് വരും, ബോത്ത് എ ആൻഡ് ബി. ഹു ഗേവ് ദ കാപ്പബിലിറ്റി അപ്രോച്ച്? ഈ രണ്ടുപേരും കാപ്പബിലിറ്റി അപ്രോച്ചിനെ മുന്നോട്ട് വെച്ചിട്ടുള്ള തിങ്കേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ 18th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് പ്ലാറ്റോസ് തിയറി ഓഫ് ജസ്റ്റിസ്? സോ പ്ലാറ്റോയുടെ തിയറി ഓഫ് ജസ്റ്റിസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിച്ചു തുടങ്ങുന്നത് തന്നെ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടസും ഒക്കെ വെച്ചിട്ടാണ്. സോ പ്ലാറ്റോയുടെ തിയറി ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ എ, ജസ്റ്റിസ് ഈസ് വാട്ട് ദ സ്ട്രോങ് ക്യാൻ ഡു ആൻഡ് ദ വീക്ക് മസ്റ്റ് എൻഡ്യൂർ. സോ ജസ്റ്റിസ് എന്ന് പറയുന്നത് സ്ട്രോങ് പീപ്പിൾ എന്താണോ ചെയ്യുന്നത് അതാണ് ജസ്റ്റിസ്, വീക്ക് പീപ്പിൾ അത് അനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് എ. ബി, ജസ്റ്റിസ് ഒബ്റ്റെയിൻസ് വെൻ ഇനീക്വാലിറ്റി ബെനിഫിറ്റ്സ് ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ്. ഒരു സൊസൈറ്റിയിലെ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവുമ്പോൾ മാത്രമാണ് ജസ്റ്റിസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ഈസ് ഡൂയിങ് വൺസ് ഓൺ ഡ്യൂട്ടി ആസ് പെർ വൺ സ്റ്റേഷൻ ഓഫ് ലൈഫ്. ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോഴാണ് ജസ്റ്റിസ് ഉണ്ടാവുന്നത്. ആൻഡ് ജസ്റ്റിസ് ഈസ് ഡൂയിങ് ഗുഡ് ടു ഫ്രണ്ട്സ് ആൻഡ് ഹാം ടു എനിമീസ്. നമ്മൾ ഫ്രണ്ട്സിനോട് നല്ലത് ചെയ്യുന്നതും എനിമീസിനെ ഹാം ചെയ്യുന്നതുമാണ് ജസ്റ്റിസ്. സോ ഇതിൽ ഏതാണ് പ്ലാറ്റോയുടെ തിയറി ഓഫ് ജസ്റ്റിസ്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. വളരെ എളുപ്പമാണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപർണ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അപർണ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ, ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. അപർണക്ക് മാത്രമേ ആൻസർ ഉള്ളൂ? വളരെ സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദിത്യ, ബെസ്റ്റിൻ, തസ്നീന, നോ ആൻസർ? ഓക്കെ, സോ പ്ലാറ്റോയുടെ ജസ്റ്റിസ് തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഡ്യൂട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്ലാറ്റോ എന്താ പറയുക, നമ്മുടെ അപ്പറ്റൈറ്റ് ഒക്കെ വെച്ചിട്ട്, അതായത് സ്പിരിറ്റ് അപ്പറ്റൈറ്റ് ഇതൊക്കെ വെച്ച് 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യരെ. അപ്പൊ ആ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഈ ഒരു ഡ്യൂട്ടീസിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അവിടെ ജസ്റ്റിസ് ഉണ്ടാവുന്നത് എന്നാണ് പ്ലാറ്റോയുടെ ബേസിക് ജസ്റ്റിസ് കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സിൻസ് ഇറ്റ്സ് എ മാരത്തോൺ സെഷൻ. ഓക്കെ, സോ സി ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്.
ഹു വാസ് ദ ഫസ്റ്റ് നോട്ടഡ് പൊളിറ്റിക്കൽ തിങ്കർ ടു ഗിവ് ദ ഐഡിയ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്? താഴെ പറയുന്നതിൽ ആദ്യമായി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ കുറിച്ച് പറയുന്നത് ആരാണ്? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സിസറോ, സെന്റ് അഗസ്റ്റിൻ? സി. അപർണ സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. സോറി, അപർണ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിത്യ വിജയൻ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്ന തിങ്കർ? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ. ബെസ്റ്റിൻ, അജു ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി. ഗസ് ചെയ്താലും മതി. ഓക്കെ, ഓപ്ഷൻ നമ്പർ ബി ആണ്, അരിസ്റ്റോട്ടിൽ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, സോ വിച്ച് തിങ്കർ കൺസീവ്ഡ് സൊസൈറ്റി ആസ് കോപ്പറേറ്റീവ് വെഞ്ചർ ഫോർ മ്യൂച്വൽ അഡ്വാൻറ്റേജ്? ആരാണ് സൊസൈറ്റിയെ ഒരു കോപ്പറേറ്റീവ് വെഞ്ചർ ഫോർ മ്യൂച്വൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജോൺ റോൾസ്, ടി എച്ച് ഗ്രീൻ, ഹരോൾഡ് ലാസ്കി, ജോൺ ലോക്ക്? ബി. അപർണ, സോറി, ആദിത്യ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപർണ എ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എ ആണോ? ബാക്കിയുള്ളവരൊന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. ബെസ്റ്റിൻ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എ എന്ന് സി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ. അപർണ എ റൈറ്റ് ആൻസർ ആണ്. ജോൺ റോൾസിന്റെ കൺസെപ്റ്റ് ആണ്, സോറി, ജോൺ റോൾസ് ആണ് സൊസൈറ്റിയെ കോപ്പറേറ്റീവ് വെഞ്ചർ ഫോർ മ്യൂച്വൽ അഡ്വാൻറ്റേജ് എന്ന പേരിൽ ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓവർലാപ്പിംഗ് കൺസെൻസസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് അദ്ദേഹം സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, so we are moving on to 21st question. Okay, who said the executive of the modern state is but a committee for managing the affairs of the whole bourgeoisie? മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാനേജിംഗ് ദി അഫയേഴ്സ് ഓഫ് ഹോൾ ബൂർഷോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? റാൽഫ് മിലിബന്ത്, നിക്കോസ് പോളന്താസ്, ലെനിൻ, മാർക്സ്? ഇതിൽ ആരായിരിക്കും? എല്ലാവരും മാർക്സിസ്റ്റ് തിങ്കേഴ്സ് ആണ് അല്ലെ? സോ ഇതിൽ ആരായിരിക്കും മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബൂർഷോയ്സിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന രീതിയിൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപർണ ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഒന്ന് ഗസ് ചെയ്തേ, ആരായിരിക്കും? ജസ്ന ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റിൻ വർക്കി ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അപർണ ഡി എന്നാണ് ആൻസർ ചെയ്ത്, അപർണ ഡി എന്ന് ചെയ്തിട്ടുണ്ട്. ജസ്ന ചെയ്തിട്ടുണ്ട്. ബെസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് ഡി എന്ന്. അപ്പൊ എന്തായിരിക്കും? യെസ്, ഡി ആണ് അതിന്റെ ആൻസർ ആണ് കേട്ടോ. കാൾമാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് മോഡേൺ സ്റ്റേറ്റ് ഈസ് ബട്ട് എ കമ്മിറ്റി ഫോർ മാനേജിംഗ് ദി അഫയേഴ്സ് ഓഫ് ദി ഹോൾ ബൂർഷോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാൾമാക്സ് ആണ്. ഓക്കെ, ആൻഡ് 22 നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? ഇതുവരെ ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നില്ലല്ലോ? ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ ഓക്കെ, സോ കുഴപ്പമൊന്നുമില്ലല്ലേ? താങ്ക് യു അപർണ. ഓക്കെ, സോ ഹു ഈസ് നോട്ട് എ ലിബർട്ടേറിയൻ തിങ്കർ? താഴെ പറയുന്നവരിൽ ആരാണ് ലിബർട്ടേറിയൻ തിങ്കർ അല്ലാത്തത്? റോബർട്ട് നോസിക്, മിൽട്ടൺ ഫ്രീഡ്മാൻ, റോബർട്ട് ദാൽ, ഫെഡറിക് ഹയക്ക്? ഇതിൽ ആരാണ് ഒരു ലിബർട്ടേറിയൻ തിങ്കർ അല്ലാത്തത്? 22. സി. സി. തസ്നീന സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിത്യ വിജയൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സി തന്നെയാണ് അതിന്റെ ആൻസർ. റോബർട്ട് ദാലാണ് ലിബർട്ടേറിയൻ തിങ്കർ അല്ലാത്തത്. എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൻസർ ആയിരുന്നു. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ റോബർട്ട് ദാൽ തന്നെയാണ് ലിബർട്ടേറിയൻ തിങ്കർ അല്ലാത്തത്. ഓക്കെ, സോ
നമ്മൾ 23rd ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. വിച്ച് തിങ്കർ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എൻഡ് ഓഫ് ഹിസ്റ്ററി ഹൈപ്പോത്തീസിസ്? എൻഡ് ഓഫ് ഹിസ്റ്ററി ഹൈപ്പോത്തീസിസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ? ഐഡിയോളജിയുടെ എൻഡ് ആണ് എന്നുള്ള, ഇനി വരാൻ പോകുന്നത് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ ആണ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് എൻഡ് ഓഫ് ഹിസ്റ്ററി ഹൈപ്പോത്തീസിസിൽ വരുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത, നോട്ട് അസോസിയേറ്റഡ് വിത്ത് എൻഡ് ഓഫ് ഹിസ്റ്ററി ഹൈപ്പോത്തീസിസ് ആരാണ്? ഫ്രാൻസിസ് ഫുക്കിയാമ, ജോൺ റോൾസ്, ഡാനിയൽ ബെൽ, ഹെഗൽ. ഇതിൽ ആരാണ് എൻഡ് ഓഫ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരാൾ? ബി, ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപർണ. ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ബി, ആദിത്യ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റിൻ വർക്ക് ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദിത്യ വിജയൻ, ബെസ്റ്റിൻ വർക്ക് എല്ലാവരും ബി എന്നാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഫ്രാൻസിസ് ഫുക്കിയാമ, ഹെഗല്, ഡാനിയൽ ബെൽ ഇവരെല്ലാവരും എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന തീസിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തിങ്കേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ 24th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മെല്ലെ പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നും പൊളിറ്റിക്കൽ തോട്ടിൽ നിന്നും നമ്മൾ മൂവ് ചെയ്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ നിന്നുള്ളതാണ്. വിച്ച് ഫേമസ് ക്ലാസിക്കൽ തിങ്കർ ഗേവ് ദ മാനേജറിയൽ ഫംഗ്ഷൻസ് ഇൻ ഓർഗനൈസേഷൻ ആസ് അക്രോണിം POCCC? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോൾ. ഈ POCCC എന്ന് പറയുന്ന അക്രോണിം നൽകിയിട്ടുള്ള ക്ലാസിക്കൽ തിങ്കർ ആരാണ്? ലൂതർ ഗള്ളിക്, ഹെൻറി ഫയോൾ, മാക്സ് വെബർ, മൂണി ആൻഡ് റൈ. ആരാണ്? ബി. ആദിത്യ വിജയൻ ബി, ബെസ്റ്റിൻ വർക്കി ബി, അപർണ രവിചന്ദ്രൻ ബി. എല്ലാവരും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പറയുന്നത്. യെസ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമായിരിക്കും അല്ലെ? ആദിത്യ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഹെൻറി ഫയോളിന്റെ കൺസെപ്റ്റ് ആണ് POCCC. ഓക്കെ, പ്ലാനിങ്, ഓർഗനൈസിംഗ്, കമാൻഡ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ആണ് പോസ്റ്റ് കോ. അതും ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ ഗാന്ധിസ് ഹിന്ദു സ്വരാജ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഇതിൽ ആരാണ് ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെന്റ് നെറ്റ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഗാന്ധി, സവർക്കർ, അംബേദ്കർ, സോ ഇവരുടെയൊക്കെ ഐഡിയാസ് നന്നായിട്ട് പഠിക്കാം. ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ബിസ്മാർക്ക് ജർമ്മനി, ഗാരിബാൾഡീസ് ഇറ്റലി, മസീനീസ് ഇറ്റലി, ലെനിൻസ് റഷ്യ. സി. അപർണ സി എന്ന് ചെയ്തിട്ടുണ്ട്. ആദിത്യ സി എന്ന് ഓപ്ഷൻ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചേ. എന്തായിരിക്കും ആൻസർ? എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് ഗസ് ചെയ്തേ. ബെസ്റ്റിൻ, തസ്നീന, അജു. ഓക്കെ, യെസ്, സി ആണ് അതിന്റെ ആൻസർ. മസീനീസ് ഇറ്റലി ആണ്. മസീനീസ് ഇറ്റലി സവർക്കറുടെയും ഗാന്ധിയുടെയും ഇൻഫ്ലുവൻസ് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, സോ 26ാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. നൈ തലീം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഓപ്ഷൻ എ, പെഡഗോഗിക്കൽ പ്രിൻസിപ്പിൾ അഡ്വക്കേറ്റഡ് ബൈ ഗാന്ധിജി. A principle which states that acknowledge and work are not separate. It aimed to achieve Gram Swaraj, education or learning in mother tongue along with handicraft and other vocational work. So ഇതിൽ ഏതാണ്? സോ ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇതാണ്. 4 എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സമയം തരാം. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1, 3, 1, 2, 3, 1, 2, 3, 4, 1, 2, 4. 4 കാര്യങ്ങളൊന്ന് വായിക്കുക. പെഡഗോഗിക്കൽ പ്രിൻസിപ്പിൾ അഡ്വക്കേറ്റഡ് ബൈ ഗാന്ധി. ഇതിൽ ഏതൊക്കെയാണ് നൈ താലീമിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്? എ പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് നോളജ് ആൻഡ് വർക്ക് ആർ നോട്ട് സെപ്പറേറ്റ്. ഇറ്റ് എയിം ടു അച്ചീവ് ഗ്രാം സ്വരാജ്, എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ് ഇൻ മദർ ടങ് അലോങ് വിത്ത് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് അതർ വൊക്കേഷണൽ വർക്ക്. സി, 1, 2, 3, 4. എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് 1, 2, 3, 4 ആണെന്നുള്ളതാണ്. യെസ്, 1, 2, 3, 4 ആണ് ഇതിന്റെ ആൻസർ. ഈ 4 കാര്യങ്ങളും എന്താണ്? നൈ തലീമാണ്. അതായത് ഒരു പെഡഗോഗ് ആണ്,
പിന്നെ ഒരു അദ്ദേഹം ഹാൻഡിക്രാഫ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇതില്. പിന്നെ ഗ്രാം സ്വരാജ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഓക്കെ, ഈ 4 സ്റ്റേറ്റ്മെന്റുകളും നൈതാലിമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹു ഗേവ് ഗാന്ധിജി ദ ടൈറ്റിൽ ഓഫ് മഹാത്മ? ആരാണ് ഗാന്ധിജിയെ മഹാത്മ എന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട്? ഡി. ഡി ആണ് അപർണ പറഞ്ഞിട്ടുള്ളത്. തസ്നീന പറയുന്നത് ഡി എന്നാണ്. ആദിത്യ വിജയൻ പറയുന്നത് ഡി എന്നാണ്. ജസ്ന പറയുന്നത് ഡി എന്നാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗാന്ധിയെ മഹാത്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ദെൻ 28th ക്വസ്റ്റ്യനും ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിച്ച് പ്രോഗ്രാം ഓർ മൂവ്മെന്റ് ഓഫ് ഗാന്ധിജി വാസ് ഓപ്പോസ്ഡ് ബൈ ടാഗോർ? ടാഗോർ ഗാന്ധിയെ ഓപ്പോസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് താഴെ പറയുന്നതിൽ ഏതാണ്? ചക്ര മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സത്യാഗ്രഹ, ഓൾ ഓഫ് ദി അബോവ്? ഇതിൽ ഏതാണ്? ആൻസർ ചെയ്യാവോ ഗ്രൂപ്പില്? ഓക്കെ, അപർണ രവിചന്ദ്രൻ ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഓഫ് ദി എബോ. എല്ലാ മൂവ്മെന്റിനെയും ഗാന്ധിയുടെ മൂവ്മെന്റിനെ ടാഗോർ ഓപ്പോസ് ചെയ്തിട്ടുണ്ടോ? എല്ലാ മൂവ്മെന്റും ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യാഗ്രഹ ചെയ്തിട്ടുണ്ടോ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ ചെയ്തിട്ടുണ്ടോ? അജു എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ഇൻ വർക്ക് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിത്യ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, എ ആണ് അതിന്റെ ആൻസർ. ചക്ര മൂവ്മെന്റിനെയാണ് ചക്ര മൂവ്മെന്റ് അല്ല, ഐ എം വെരി സോറി, എന്റെ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. ചർക്ക മൂവ്മെന്റ് ആണ് കേട്ടോ. സോറി, ചക്ര എന്ന് പറയുന്നത് ചർക്ക മൂവ്മെന്റ് ഓവർ എംഫസൈസ് ഓൺ നാഷണലിസം എന്ന് പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഗാന്ധിയെ ടാഗോർ ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചർക്ക മൂവ്മെന്റ്. ഓക്കെ, സോ 29ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഫോർ ഹൂം നാഷണലിസം വാസ് ലൈക്ക് ഈവിൾ, ബ്രെയിൻ ഡിസീസ് ആൻഡ് മെനാസ്? Abarna is saying, but he did all others too. But സത്യാഗ്രഹ നോൺ കോപ്പറേഷൻ ലൈക്ക് പരസ്യമായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഐഡിയയില് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു മൂവ്മെന്റിനെ കൃത്യമായിട്ട് എതിർത്തത് ചർക്കയായിരുന്നു. ഓക്കെ, സോ 29, ഫോർ ഹൂം നാഷണലിസം വാസ് ലൈക്ക് ഈവിൾ, ബ്രെയിൻ ഡിസീസ് ആൻഡ് മെനാസ്. സോ ആ നാഷണലിസത്തെ ആരാണ് ഈവിൾ, ബ്രെയിൻ ഡിസീസ് എന്ന് വിളിക്കുന്നത്? ഡി. അപർണ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. 29 ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ 29 ഡി ആണോ? എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. തസ്നീന ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ഇൻ വർക്ക് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ഡി ആണ് അതിന്റെ ആൻസർ. ടാഗോർ ആണ് നാഷണലിസത്തെ ഓപ്പോസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഓക്കെ ഓക്കെ, ദെൻ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അനലോജിയാണ്. ഹു കമ്പയർഡ് ഡിസ്ട്രിക്ട് കളക്ടർ ആസ് എ ടോർട്ടോയിസ് ഓൺ ഹൂസ് ബാക്ക് സ്റ്റുഡ് ദി എലിഫന്റ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ആനയായിട്ട് പരിഗണിക്കുവാണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ആമയാണെന്നും ആ ആമയുടെ പുറത്ത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു എലിഫന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള അനലോജി ഉപയോഗിച്ചത് ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ്, ലോർഡ് കാനിങ്, ലോർഡ് വില്യം ബെന്റിക്, റാംസെ മെക്ഡൊണാൾഡ്. ഇതിൽ ആരാണ് ഈ ഒരു അനലോജി ഉപയോഗിച്ചിട്ടുള്ളത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 30. അപർണ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിത്യ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ഇൻ വർക്ക് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. തസ്നീന ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അപർണ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, റാംസെ മെക്ഡൊണാൾഡ്. റാംസെ മക്ഡൊണാൾഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റാംസെ മക്ഡൊണാൾഡ് ആണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ പോസ്റ്റിനെ ഒരു ടോർട്ടോയിസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആദിത്യ വിജയൻ, ബെസ്റ്റ് ഇൻ വർക്ക് എല്ലാവരും റൈറ്റ് ആൻസർ ആണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 31st ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് മോഡേൺ ഇന്ത്യൻ തിങ്കേഴ്സ് പുട്ട് സോഷ്യൽ റിഫോംസ് ബിഫോർ പൊളിറ്റിക്കൽ ഫ്രീഡം? സോ താഴെ പറയുന്ന ഇന്ത്യൻ തിങ്കേഴ്സിൽ ആരൊക്കെയാണ്
സോഷ്യൽ റിഫോംസിനെ പൊളിറ്റിക്കൽ റിഫോംസിന്റെ മുന്നേ, അതായത് നമുക്ക് പൊളിറ്റിക്കൽ റിഫോംസ് നേടുന്നതിന് മുമ്പേ സോഷ്യൽ റിഫോംസ് ആണ് ആവശ്യം എന്ന് പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സ്: നെഹ്റു, രാജാറാം മോഹൻ റോയ്, അംബേദ്കർ, ടാഗോർ, തിലക് ആൻഡ് സവർക്കർ. ഇതിൽ ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? സോ ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 1 2 3 4, 2 3 4, 1 4 5 6, ഓൺലി 3 ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ആദ്യം പേരുകൾ നോക്കുക: നെഹ്റു, രാജാറാം മോഹൻ റോയ്, അംബേദ്കർ, ടാഗോർ, തിലക്, സവർക്കർ. ഇതില് 1 2 3 4, 2 3 4, 1 4 5 6, ഓൺലി 3. ഇതിൽ നിങ്ങൾ ഒരാളെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ആരൊക്കെയായിരിക്കും സോഷ്യൽ റിഫോംസിന് പൊളിറ്റിക്കൽ റിഫോംസിന് മുന്നേ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒന്നിൽ കൂടുതൽ ആളുണ്ട്. ഞാനൊരു ക്ലൂ തരാം. ഒന്നിൽ കൂടുതൽ തിങ്കേഴ്സ് ഈ കൂട്ടത്തിലുണ്ട്. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. 1 2 3 4, 2 3 4, 1 4 5 6, ഓൺലി 3. ഹലോ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 2 3 4 ആണ് കേട്ടോ. ദാറ്റ് ഈസ് റോയ്, അംബേദ്കർ, ടാഗോർ. ഈ 3 പേരാണ് സോഷ്യൽ റിഫോംസ്, പൊളിറ്റിക്കൽ റിഫോംസിന് മുന്നേ സോഷ്യൽ റിഫോംസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ 32nd ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ട്രഡീഷണൽ അപ്രോച്ച് ടു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ ട്രഡീഷണൽ അപ്രോച്ചിൽ വരാത്ത ടേംസ് ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ, ബിഹേവിയർ, ഫോർമൽ, ലീഗൽ, ഫോർം. ഏതാണ്? വൈ നോ വൺ ഈസ് ആൻസറിങ്? ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ ഓക്കെ, ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ആദിത്യ വിജയൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. തസ്നീന ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായിരിക്കും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ട്രഡീഷണൽ? ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ഓക്കെ, ബെസ്റ്റ് ഇൻ വർക്ക് തസ്നീനൊക്കെ ബി ചൂസ് ചെയ്തിട്ടുണ്ട്. ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ വരാത്തതാണ് ഈ ബിഹേവിയറുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. ട്രഡീഷണൽ അപ്രോച്ചിൽ വരാത്ത ഒന്നാണ്. ഓക്കെ, സോ അങ്ങനെ ഓർത്ത് വെക്കാവുന്നതാണ്. ടിപ്പാണ് അത്. അതായത് ട്രഡീഷണൽ അപ്രോച്ചസ് മെയിൻലി നമ്മൾ ഏത് സബ്ജക്റ്റിനെ നോക്കുമ്പോഴും അതിലൊരു ബിഹേവിയറൽ സ്റ്റഡി ട്രഡീഷണൽ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് വരില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും, ഫോർമൽ ലീഗൽ അപ്രോച്ച് ഉണ്ടാവും, ഫോർമൽ അപ്രോച്ച് ഉണ്ടാവും. പക്ഷെ ബിഹേവിയറൽ സ്റ്റഡീസ് പിന്നെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 33 ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ, റോബർട്ട് ഡാലിന്റെ ഇസയ ബെർലിന്റെ പൊളിറ്റിക്കൽ തിയറി ഡിമൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റോബർട്ട് ഡാൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസയ ബെർലിൻ ഡിമൈസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിനെ സംബന്ധിച്ചിട്ടുള്ള ആർഗ്യുമെന്റ്സ് പറയുന്നില്ല. ഐ മീൻ കണ്ടിന്യൂ ചെയ്യാനോ അദ്ദേഹം റിവൈവലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അദ്ദേഹം ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തിങ്കറാണ്. റോബർട്ട് ഡാലിനാണ് യാതൊരു ബന്ധവും ഇല്ലാത്തത് റിവൈവൽ ആയിട്ടും ഡിമൈസ് ആയിട്ടും. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ റോബർട്ട് ഡാലാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ 33 നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ബിഹേവിയറൽ അപ്രോച്ച് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്? സോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ബിഹേവിയറൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ ആരെയാണ് പരിഗണിക്കുന്നത്? ചാൾസ് മെറിയം, ഡേവിഡ് ഈസ്റ്റൺ, ജീൻ ബ്ലോണ്ടേൽ, റോയ് മെർസിഡസ്. സോ ഇതിൽ ആരാണ് ബിഹേവിയറൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആയിട്ട്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ ബിഹേവിയറൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്? ഓക്കെ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ഇതിൽ ആരായിരിക്കും?
കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ബിഹേവിയറൽ അപ്രോച്ചിന്റെ ആരാണ്? എല്ലാരും ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ആരാണ് ഉത്തരം വരികയാണ്? ഞാൻ കുറച്ചുകൂടെ സമയം തരാം. എല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കിയേ. ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ആരെയാണ്? എല്ലാവരും എ ആണല്ലോ ചൂസ് ചെയ്തിരിക്കുന്നത്. ബി ആണ്, ഡേവിഡ് ഈസ്റ്റൺ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് 34th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ബുക്ക് ഈസ് കൺസിഡർഡ് ആസ് ക്ലാസിക് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ പഠനശാഖയിലെ ക്ലാസിക്കൽ ബുക്കായിട്ട് പരിഗണിക്കുന്ന പുസ്തകം ഏതാണ്? സ്റ്റേറ്റ്സ് ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ ബൈ തേരാസ് കോപ്ഹോൾ, സിവിക് കൾച്ചർ ബൈ അൽമണ്ട് ആൻഡ് വെർബ, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ടുഡേ ബൈ അൽമണ്ട്, ഡെമോക്രസി ഇൻ അമേരിക്ക ബൈ അലക്സ് ഡി ടോക്യോവിൽ. എല്ലാ ബുക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ. ഏതാണ് ക്ലാസിക്കൽ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്? എന്നിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഏതാണ് ക്ലാസിക്? വളരെ കോണ്ടെക്സ്റ്റുവൽ ആണ് കേട്ടോ. നെറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പലപ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അതായത് ഇതല്ലല്ലോ ഞാൻ പഠിച്ച ആൻസർ അല്ലെങ്കിൽ ഇതല്ലല്ലോ എന്നൊക്കെ. പക്ഷെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ആൻസേഴ്സ് വരുന്നത് കോണ്ടെക്സ്റ്റുവൽ ആയിട്ടാണ്. നിങ്ങൾ ഉള്ള ഓപ്ഷൻസിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഇസയ ബെർലിന്റെ കാര്യത്തിൽ ഉണ്ടായ ഡൗട്ടും അതേപോലെയാണ്. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ചില ആൻസേഴ്സ് ഒക്കെ ഇതായിക്കൂടെ ആൻസർ എന്നൊക്കെ തോന്നും. പക്ഷേ ആ കോണ്ടെക്സ്റ്റിൽ, ആ ഓപ്ഷൻസിൽ ഏതായിരിക്കും ചോദ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഉത്തരം? ഇങ്ങനെയാണ് നമ്മൾ നെറ്റിന് പലപ്പോഴും ആൻസർ ചെയ്യേണ്ടത്. ഇവിടെയും അങ്ങനെയാണ് ചോദ്യം. ഓക്കെ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ. പക്ഷെ തന്നിരിക്കുന്ന 4 പുസ്തകങ്ങളിൽ ഏതാണ് മോസ്റ്റ് ക്ലാസിക്? അതാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപർണ സി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെമോക്രസി ഇൻ അമേരിക്ക, അലക്സ് ഡി ടോക്യോവിലയുടെ പുസ്തകമാണ് ക്ലാസിക്കലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. സോ നമ്മൾ 35th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. Which approach takes into account the norms and informal practices that shape the functioning and evolution of institutions in various ways? Which approach takes into account the norms and informal practices that shape functioning and evolutions of institutions in various ways? ഏത് അപ്രോച്ച് ആണ് നോംസിനെയും ഇൻഫോർമൽ പ്രാക്ടീസസിനെയും ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ? ഓപ്ഷൻ എ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, ക്ലാസിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും, കാരണം ഇതുപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സോ എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. എത്രയും കോംപ്ലക്സ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. രണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. യെസ്, അപർണ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഏതായിരിക്കും? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ഞാൻ കുറച്ചുകൂടെ സമയം തരാം, നമ്മൾ സ്പീഡിലാണ് പോകുന്നത്. ബെസ്റ്റ് ഇൻ വർക്ക് ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അജു, തസ്നീന, എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ബാക്കിയുള്ളവര് ഏതാണ്? ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണോ? തസ്നീന ഓൾഡ് ആണോ ചോദിക്കുന്നുണ്ട്. ന്യൂ ആണ് കേട്ടോ തസ്നീന. ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ് നോംസിനെയും ഇൻഫോർമൽ പ്രാക്ടീസസിനെയും ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നോംസിനെയും ഇൻഫോർമൽ പ്രാക്ടീസസിനെയും ഒക്കെ പരിഗണിക്കുന്നത് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ്. ഓക്കെ, സോ ഫാർ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ പോകുന്ന സ്പീഡും കാര്യങ്ങളും ഒക്കെ? ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരാവോ? ഓക്കെ ആണോ? സ്പീഡ് കുറയ്ക്കണോ? എന്തെങ്കിലും കൂടുതൽ സമയം വേണോ ആൻസർ ചെയ്യാൻ വേണ്ടി? കുറച്ചുകൂടെ സമയം വേണം, സ്പീഡ് കുറയ്ക്കണോ അല്ലെ ബെസ്റ്റ്? ഓക്കെ, ഐ ട്രൈ. കുറച്ചുകൂടെ സമയം തരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, തസ്നീനയും പറഞ്ഞിട്ടുണ്ട്.
തസ്നീന നേരത്തെ എന്നോട് പറയുന്നുണ്ട് സ്പീഡ് കുറയ്ക്കാൻ. ഓക്കെ. സോ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആന്റഗോണിസ്റ്റിക് ക്ലാസ് സ്ട്രക്ചർ, ബി സർപ്ലസ് പ്രൊഡക്ഷൻ, സി പീരിയോഡിക് ക്രൈസിസ്, ഫ്യൂഷൻ ഓഫ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡൊമൈൻസ്. Antagonistic class structure, surplus production, periodic crisis, fusion of economic and political domains. ഇതിൽ ഏതാണ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത്? യെസ്, ബെസ്റ്റ് ഇൻ വർക്ക് ആൻസർ ചെയ്തിട്ടുണ്ട് ഡി എന്ന്. ആദിത്യ ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അപർണ രവിചന്ദ്രൻ ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ, ഫ്യൂഷൻ ഓഫ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡൊമൈൻസ്. ക്യാപിറ്റലിസത്തില് രണ്ടിനെയും ഒന്നായിട്ടല്ല പറയുന്നത്, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ. 37 തസ്നീന ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു തസ്നീന. ഞാൻ തസ്നീനക്ക് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. 37 നമ്മൾ 37ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോമ്പിനേഷൻ ഓഫ് വിച്ച് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ പ്രൊഡ്യൂസസ് സിവിക് കൾച്ചർ? സോ സിവിക് കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ കോമ്പിനേഷൻ ഓഫ് വിച്ച് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ പ്രൊഡ്യൂസസ് സിവിക് കൾച്ചർ? സബ്ജക്ട് ആൻഡ് പാരോക്കിയൽ, parochial and participative, participative and subject, parochial and participative. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ? സോ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡി 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 എല്ലാവരും ഡി എന്നാണ് ആൻസർ ചെയ്യുന്നത്. തസ്നീന ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ ആൻസർ ചെയ്തിട്ടുണ്ട്, അപർണ ആൻസർ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റിൻ ആൻസർ ചെയ്തിട്ടുണ്ടോ? യെസ്, ബെസ്റ്റിനും ഡി എന്നാണ് പറയുന്നത്. സബ്ജക്ട്, പാരോക്കിയൽ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. ആരാണ്, നിങ്ങൾക്ക് അറിയാവുന്ന നോക്കാം, ആരാണ് ഈ ഒരു ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ പ്രൊപ്പണന്റ് ചെയ്തിട്ടുള്ളത്? ആരുടെ കൺസെപ്റ്റ് ആണ്? അറിയാവുന്നവരെന്നെ ആൻസർ ചെയ്തേ. ആരാണ് പൊളിറ്റിക്കൽ കൾച്ചറിനെ ഇത്രയും ടൈപ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ളത്? ഒന്ന് ഗസ് ചെയ്തേ പേര്. യാ, ഗബ്രിയൽ ആൽമണ്ട് ആണ് കേട്ടോ. സബ്ജക്ട്, പാരോക്കിയൽ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. ഓക്കെ. സോ നമ്മൾ 38ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൂ ഇൻ ദിസ് ബുക്ക് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. Who in his book Capitalism, Socialism and Democracy gave an elitist theory of democracy by defining it as the method by which people elect representatives in competitive elections to carry out their will? ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകത്തിന് ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലായാൽ തന്നെ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ആരാണ് എലൈറ്റിസ്റ്റ് തിയറി ഓഫ് ഡെമോക്രസി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോണന്റ് ചെയ്തിട്ടുള്ളത്? ആരുടെ പുസ്തകമാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി? എല്ലാവരും ഒന്ന് ഗസ് ചെയ്തേ. ഡെമോക്രസി ഒരു കോമ്പറ്റേറ്റീവ് ഇലക്ഷൻ വിക്ടറി ആയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ലീഡർഷിപ്പ് ആയിട്ട് ആരാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി. ബെസ്റ്റിൻ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, അപർണ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. തസ്നീനക്ക് അറിയോ ആൻസർ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ തസ്നീന. ഇതിന്റെ ആൻസർ ജോസഫ് ഷംപീറ്റർ ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ ജോസഫ് ഷംപീറ്റർ ആണ്.
അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇത് ഓർത്ത് വെക്കണം. ഈ പുസ്തകത്തിന്റെ പേര് ഇത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. പുസ്തകത്തിന്റെ പേരായിട്ട് മാത്രം ചോദിക്കാറുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ വരും. ലെനിനും മാർക്സും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൽ തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. സോ എല്ലാവരും നന്നായിട്ട് ഓർത്ത് വെക്കുക. ജോസഫ് ഷംപീറ്റർ, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി. സോ 39th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്? ഫെഡറിക് ടൈലറിനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ്കർ ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത, റിലേറ്റ് ചെയ്യപ്പെടാത്ത ടേം ഏതാണ്? സയൻസ് നോട്ട് റൂൾ ഓഫ് തം, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ജനറലൈസേഷൻ, നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സ്, മെൻ ആസ് മെഷീൻ. സോറി, മാൻ ആസ് മെഷീൻ. ഇതിലേതാണ് ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കാത്ത ടേം? വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നും, പക്ഷെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. ആ ഓപ്ഷൻസ് നന്നായിട്ട് നോക്കുക. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് വളരെ ടഫ് ആണല്ലോ, എനിക്ക് ഇതിന്റെ ആൻസർ അറിയില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ആ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ഓക്കെ, ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസർ ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ബെസ്റ്റിൻ വർക്കി സി എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്, അപർണ സി എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്, തസ്നീന സി എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്, ആദിത്യ സി എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും കിട്ടിയല്ലോ. സോ ഇക്കണോമിക് ഇൻസെന്റീവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ആണ് ഫെഡറിക് ടൈലർ. സോ അദ്ദേഹം നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സിനെ കുറിച്ച് പറയില്ലല്ലോ. ബേസിക് നമ്മുടെ ലോജിക് ആണ്. സോ നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സ് ആണ് കേട്ടോ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആദിത്യ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സി എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും റൈറ്റ് ആൻസർ തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. ഓക്കെ 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 ഓക്കെ. സോ 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു വെബേഴ്സ് ബ്യൂറോക്രാറ്റിക് തിയറി? വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത ടേംസ് ഏതൊക്കെയാണ്? വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കാത്ത ടേം ഏതൊക്കെയാണ്? ലീഗൽ, റാഷണൽ, അസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ്, ഇംപേഴ്സണൽ, ഹൈറാർക്കിക്കൽ. ഇതില് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി ലീഗൽ, റാഷണൽ, അസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ്, ഇംപേഴ്സണൽ, ഹൈറാർക്കിക്കൽ. സോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു വെബേഴ്സ് ബ്യൂറോക്രാറ്റിക് തിയറി? ഇതിൽ ഏതാണ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത? ആൻസർ ചെയ്യുന്നുണ്ടോ? യെസ്, ബെസ്റ്റിൻ വർക്ക് ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ വിജയൻ ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, തസ്നീന ബി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ലീഗൽ, റാഷണൽ, ഇംപേഴ്സണൽ, ഹൈറാർക്കിക്കൽ. ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ അത് വായിച്ച് ആൻസർ ചെയ്യുന്നതാണ്. ഇതുവരെ ഇപ്പൊ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഏതാണ്? ലീഗൽ, റാഷണൽ, അസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ്, ഇംപേഴ്സണൽ, ഹൈറാർക്കിക്കൽ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻസർ ചെയ്തിരിക്കുന്നത് ബി എന്നാണ്. സോ അസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിൽ ലീഗൽ, റാഷണൽ അതോറിറ്റി അദ്ദേഹം പറയുന്നുണ്ട്, ഇംപേഴ്സണൽ, ഹൈറാർക്കിക്കൽ
ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ വെബറിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? കരിസ്മാറ്റിക് അതോറിറ്റി മാക്സ് വെബറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ്, ഇതൊക്കെ മാക്സ് വെബറിന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. ഓക്കെ, യെസ്. സോ നമ്മൾ ഇനി വരുന്നത് എൽട്ടൺ മയോയുടെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയിലേക്കാണ്. വിച്ച് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു മയോസ് ഹ്യൂമൻ റിലേഷൻസ് തിയറി? ഹ്യൂമൻ റിലേഷൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്ത ഏതൊക്കെയാണ്? അപ്പൊ എൽട്ടൺ മയോയുടെ ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എൽട്ടൺ മയോയുടെ ഹ്യൂമൻ റിലേഷൻസ് തിയറി. ഓപ്ഷൻ എ റാബിൾ ഹൈപ്പോത്തീസിസ്, ഓപ്ഷൻ ബി നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സ്, സി സോഷ്യൽ മാൻ, ഡി ബിഹേവിയറൽ റെവല്യൂഷൻ. ഇതിലേതാണ്? എല്ലാവരും ഒന്ന് ഗസ് ചെയ്തേ, വളരെ സിമ്പിൾ ആണ്. ഇതിലേതാണ് എൽട്ടൺ മയോയുടെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത ടേം? റാബിൾ ഹൈപ്പോത്തീസിസ്, നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സ്, സോഷ്യൽ മാൻ, ബിഹേവിയറൽ റെവല്യൂഷൻ. എന്താണ് ഈ റാബിൾ ഹൈപ്പോത്തീസിസ്? സോറി നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്, സോഷ്യൽ മാൻ. ഓക്കെ, അപർണ ഡി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് നന്നായിട്ട് വായിച്ചു, അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റാബിൾ ഹൈപ്പോത്തീസിസ് എന്താണെന്ന് ആലോചിച്ച് പേടിക്കണ്ട, ഞാനത് പറഞ്ഞുതരാം. റാബിൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് മനുഷ്യർ പൊതുവെ ലേസി ആണ്, അവർ ഇൻകോമ്പിറ്റന്റ് ആണ്, എന്താ പറയാ, യൂസ്ഫുൾ അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. മനുഷ്യരെ കുറിച്ച് വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതാണ് റാബിൾ ഹൈപ്പോത്തീസിസ്. സോ അതുകൂടെ അറിഞ്ഞ സ്ഥിതിക്കൊന്ന ഓപ്ഷൻസ് ഒന്ന് വായിച്ചൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. റാബിൾ ഹൈപ്പോത്തീസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യര് ഭയങ്കര ലേസി ആണ്. സോ ഏതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? നോൺ ഇക്കണോമിക് ഇൻസെന്റീവ്സ് ഉണ്ട്, സോഷ്യൽ മാൻ ഉണ്ട്. സോഷ്യൽ മാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സോഷ്യൽ മാന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സയന്റിഫിക് മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരും. ആരാണ് ആ സയന്റിഫിക് മാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആൻസേഴ്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, തസ്നീന എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ബെസ്റ്റിൻ വർക്ക് എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് റേബിൾ ഹൈപ്പോത്തീസിസ് ആണ് വരിക ആൻസർ. സോ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പോ ഇക്കണോമിക് ഇൻസെന്റീവ്സ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്കണോമിക് ഇൻസെന്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആരെ ആൻസർ ചെയ്യും? അല്ലെങ്കിൽ സയന്റിഫിക് മാൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആരായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. സയന്റിഫിക് മാൻ, ഇക്കണോമിക് ഇൻസെന്റീവ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ യെസ്, തസ്നീന ആൻസർ ചെയ്തിട്ടുണ്ട്, ടൈലർ എന്ന്. വേറെ ആരെങ്കിലും ഉണ്ടോ ആൻസർ ചെയ്യാൻ? സോഷ്യൽ മാൻ ഓപ്പോസിറ്റ് ആയിട്ട് സയന്റിഫിക് മാൻ അല്ലെങ്കിൽ ഇക്കണോമിക് മാൻ എന്നാണെങ്കിൽ എൽട്ടൺ മയോനെയും ഫെഡറിക് ടൈലറിനെയും പഠിക്കാനുള്ള എളുപ്പ വഴി അതാണ് കേട്ടോ. രണ്ടുപേരെയും കമ്പയർ ചെയ്ത് പഠിക്കുക. ടൈലർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെയൊക്കെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ടോട്ടൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പലപ്പോഴും എൽട്ടൺ മയോ പറഞ്ഞിട്ടുള്ളത്. ഫെഡറിക് ടൈലർ സയന്റിഫിക് മാനെ കുറിച്ചും യെസ് ഇക്കണോമിക് മാനെ കുറിച്ചും പറയുമ്പോൾ ഓപ്പോസിഷനിൽ എൽട്ടൺ മയോ പറയുന്നത് സോഷ്യൽ മാനെ കുറിച്ചിട്ടും സോഷ്യൽ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടുമാണ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ളതില് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നമ്മൾ ഇനി ചെറുതായിട്ട് IR ടച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, 42. According to realism, the essence of international politics is A. Pursuit of power, international law and regimes, security, moral and ideological hegemony. ഇതിൽ ഏതാണ് റിയലിസം? അക്കോർഡിംഗ് ടു റിയലിസം ദി എസൻസ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പെർസ്യൂട്ട് ഓഫ് പവർ ആണോ, ഇന്റർനാഷണൽ ലോ ആൻഡ് റെഷീംസ് ആണോ, സെക്യൂരിറ്റി ആണോ, മോറൽ ആൻഡ് ഐഡിയോളജിക്കൽ ഹെജിമണി ആണോ? ഇതിപ്പം ഡയറക്റ്റ് ഓപ്ഷൻ ആകുമ്പോൾ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം 1 and 2, 1, 2, 3, 1, 2, 3, 4 ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
ഓക്കെ, അപർണ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, തസ്നീന എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ആദിത്യ വിജയൻ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് ഇൻ വർക്ക് എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാരും ഒന്ന് ഗസ്റ്റ് ചെയ്തേ. അജു, എല്ലാരും പോയോ? കോളിൽ തന്നെ ഉണ്ടോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. യെസ്, റിയലിസത്തിന്റെ റിയലിസം അനുസരിച്ച് എസെൻസ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ദ പെർസ്യൂട്ട് ഓഫ് പവർ ആണ്. ഓക്കെ, റിയലിസത്തിന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആരൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന റിയലിസം തിങ്കേഴ്സിനെ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. റിയലിസം, ലിബറലിസം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആണ്, സോറി തിയറീസ് ആണ്. സോ അതൊക്കെ പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ അറിയുക, അവരുടെ പുസ്തകങ്ങൾ അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. IR ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത പുസ്തകങ്ങളും അവരെ എഴുതിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ പുസ്തകം ഒന്ന് ഗസ് ചെയ്തേ, സോറി തിങ്കേഴ്സിനെ ഒന്ന് ഗസ് ചെയ്തേ. ഏതൊക്കെ തിങ്കേഴ്സിനെ നിങ്ങൾക്ക് പരിചയമുണ്ട് റിയലിസത്തില്? ഹാൻസ് ജെ മോർഗൻതോ, യെസ്. കെന്നത്ത് വോൾസ്, ഹാൻസ് ജെ മോർഗൻതോ, റൈറ്റ്. യെസ്, മോർഗൻതോയുടെ ഒക്കെ പുസ്തകങ്ങൾ ഓർമ്മയുണ്ടല്ലോ, പവർ എമംഗ് നേഷൻസ്. ഓക്കെ, റിയലിസത്തിൽ തന്നെ നിയോ റിയലിസം, നിയോ ക്ലാസിക്കൽ റിയലിസം, പിന്നീട് ലിബറലിസം, നിയോ ലിബറലിസം, അങ്ങനത്തെ കുറെ കൺസെപ്റ്റുകളുണ്ട്, സോറി തിയറികളുണ്ട് IR. സോ അതൊക്കെ അവരുടെയൊക്കെ മെയിൻ ആ തിയറികളുടെ ഒക്കെ ഒരു ക്രക്സ്, അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിങ്കേഴ്സിന്റെ പേര് ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ അവരുടെ പുസ്തകങ്ങളുടെ പേര് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം ആരാണ്? അലക്സാണ്ടർ വെന്റ്. അലക്സാണ്ടർ വെന്റിന്റെ പുസ്തകം ഏതാണ്? തിയറി ഓഫ് ഇന്റർനാഷണൽ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, സോഷ്യൽ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഓക്കെ, സോ നമ്മുടെ 43 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹു ഈസ് നോട്ട് എ റിയലിസ്റ്റ് തിങ്കർ? സോ താഴെ നിങ്ങൾക്ക് 4 പേരുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഈ 4 പേരിൽ റിയലിസ്റ്റ് തിങ്കർ അല്ലാത്ത ഒരാളെ ചൂസ് ചെയ്യാം. ഫരീദ് സക്കറിയ, സ്റ്റീഫൻ വോൾട്ട്, റെയ്മണ്ട് ആരൺ, ജോൺ ഇക്കൻബറി. സോ ഇതിൽ ആരാണ് റിയലിസ്റ്റ് തിങ്കർ അല്ലാത്തത്? ഇതിൽ ആരാണ് റിയലിസ്റ്റ് തിങ്കർ അല്ലാത്തത്? ഒന്ന് ഗസ് ചെയ്തേ എല്ലാരും ഗ്രൂപ്പില്. ഫരീദ് സക്കറിയ, സ്റ്റീഫൻ വോൾട്ട്, റെയ്മണ്ട് ആരൺ, ദെൻ ജോൺ ഇക്കൻബറി. ഇതിൽ ആരാണ് റിയലിസ്റ്റ് തിങ്കർ അല്ലാത്തത്? ഫരീദ് സക്കറിയ, സ്റ്റീഫൻ വോൾട്ട്, റെയ്മണ്ട് ആരൺ, ജോൺ ഇക്കൻബറി. ഡി, ജോൺ ഇക്കൻബറി. റൈറ്റ്. തസ്നീനെ ഒന്നും ആൻസർ ചെയ്യുന്നില്ല. തസ്നീന, ബെസ്റ്റിൻ, ആദിത്യ, എല്ലാരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. യെസ്, ഡി. എല്ലാവരും ഡി ആണ് ആൻസർ ചെയ്യുന്നത്. ജോൺ ഇക്കൻബറി റൈറ്റ് ആൻസർ ആണ്. സോ ജോൺ ഇക്കൻബറി ഏത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കർ ആണ്? ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കർ ആണ് ജോൺ ഇക്കൻബറി. ഫരീദ് സക്കറിയ, സ്റ്റീഫൻ വോൾട്ട്, റെയ്മണ്ട് ആരോൺ ഇവരൊക്കെ റിയലിസ്റ്റ് തിങ്കേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ 44th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. Which prominent IR thinker held the view that nuclear proliferation does not threaten, but on the contrary, betters world peace? സോ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ഒരിക്കലും വേൾഡ് പീസിനെ ത്രെട്ടൺ ചെയ്യുന്നില്ല, നേരെ മറിച്ച് അതിനെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപർണ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാൻസ് ജെ മോർഗൻതോ, കെനത്ത് വോൾസ്, ജോൺ മിയാൻഷൈമർ, ജോസഫ് നെയ്. ഇതിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ എന്ന് പറയുന്നത് ത്രെട്ടൺ ചെയ്യുകയല്ല ചെയ്യുന്നത്, വേൾഡ് പീസിലേക്ക് പോവുക ചെയ്യുന്നത്?
ബെസ്റ്റിൻ വർക്കി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, തസ്നീന ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്ന മനാഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപർണ രവിചന്ദ്രൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, കെന്നത്ത് വോൾസ്. യെസ്, കെന്നത്ത് വോൾസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കെന്നത്ത് വോൾസ് നിയോ റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിങ്കർ ആണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺസ് നേടുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്രമിക്കാനുള്ള ചാൻസ് അല്ല കൂടുന്നത്, നേരെ മറിച്ച് അവർ ബാലൻസ് ചെയ്യപ്പെടാനാണ്. അതായത് ഇപ്പം എന്റെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, എന്റെ അയൽവക്കക്കാരന്റെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, പാകിസ്ഥാന്റെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, ചൈനയുടെ കയ്യിലും വെപ്പൺ ഉണ്ട്. സോ അവർ പരസ്പരം ആക്രമിക്കില്ല. കാരണം അങ്ങനെ ഒരു പേടി അവരുടെ മനസ്സിലേക്ക് വരും. അതായത് ഞാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു ആക്രമിക്കുമല്ലോ. അതുപോലെ ഇപ്പൊ എല്ലാവർക്കും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു ഡിറ്ററൻസ് രൂപപ്പെടും, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ അത് വേൾഡ് പീസിലേക്ക് പോകും. ഒരാളുടെ കയ്യിലുണ്ട് മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് അവിടെ ത്രെട്ടണിങ് വരുന്നത്. ഓക്കെ, എന്നാണ് കെന്നത്ത് വോൾസിന്റെ അഭിപ്രായം. സോ കെന്നത്ത് വോൾസ് നിയോ റിയലിസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. ഓക്കെ, ഓക്കെ ആണോ? ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നില്ലല്ലോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ഓക്കെ, so 45th question. Which IR theory or doctrine deals with non-military aspects of security, representing a shift away from traditional security studies? So താഴെ പറയുന്നതിൽ ഏത് IR തിയറി അല്ലെങ്കിൽ IR ഡോക്ട്രിൻ ആണ് നോൺ മിലിറ്ററി ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്നത്? അതായത് ട്രഡീഷണൽ സെക്യൂരിറ്റി കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ മിലിറ്ററി സെക്യൂരിറ്റി ആണ് അല്ലെ, നമ്മുടെ ബോർഡർ ലാൻഡ് അല്ലെങ്കിൽ ബോർഡറിന് ശേഷമുള്ള നമ്മൾ ബോർഡർ ഡിസ്പ്യൂട്ട്സ് വരുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അധിനിവേശത്തിന് ശ്രമിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ട്രഡീഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നും മാറി നോൺ മിലിറ്ററി ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഐഡന്റിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്യൂരിറ്റിയെ കുറിച്ച് പഠിക്കുന്ന IR തിയറി അല്ലെങ്കിൽ IR ഡോക്ട്രിൻ ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ കോപ്പൻഹേഗൻ, ഓപ്ഷൻ ബി കൺസ്ട്രക്റ്റിവിസം, ഓപ്ഷൻ സി ഇംഗ്ലീഷ് സ്കൂൾ, ഓപ്ഷൻ ഡി പോസ്റ്റ് സ്ട്രക്ചറലിസം. ഇതിൽ ഏതാണ്? ബെസ്റ്റിൻ വർക്കി എ എന്നാണ് പറയുന്നത്, തസ്നീന എ എന്നാണ് പറയുന്നത്, ബെസ്റ്റിൻ വർക്കി എ എന്ന് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ആദിത്യ വിജയൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എ ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെ? യെസ്, എ ആണ്. കോപ്പൻഹേഗൻ സ്കൂളാണ്. കോപ്പൻഹേഗൻ സ്കൂളാണ് സെക്യൂരിറ്റൈസേഷൻ പോലെയുള്ള കൺസെപ്റ്റുകൾ. ഓക്കെ, നമ്മളൊരു പ്രശ്നത്തെ കാണുകയും അതിനെ നമുക്ക് സെക്യൂരിറ്റൈസ് ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു സെക്യൂരിറ്റി ത്രെട്ട് ആയിരിക്കത്തില്ല, പക്ഷെ നമ്മൾ അതിന് കുറെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കുറെ ഫീച്ചേഴ്സ് നമ്മൾ ഇമ്പോസ് ചെയ്ത് അതിനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആക്കി മാറ്റും. ഇതാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ സെക്യൂരിറ്റൈസേഷൻ, ബാരി ബുസാൻ, ഇവരൊക്കെ കോപ്പൻഹേഗൻ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്നവരാണ്. ഓക്കെ, കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? നമ്മുടെ ഈ എന്താ പറയുക, ലിബറലിസം, റിയലിസം പോലെയുള്ള തോട്ട്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തോട്ടാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. പവറിനേക്കാൾ കൂടുതൽ നമ്മുടെ ഐഡിയാസ്, നോംസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അടുത്തതായിട്ടുള്ളത് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദി ഗ്രേറ്റ് ഗെയിം ഇൻ IR? ഇന്റർനാഷണൽ റിലേഷൻസിൽ ദ ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ intense rivalry between British and Russian empires in Central Asia during 20th century. Game of one-upmanship between USA and USSR in Central Asia, especially Afghanistan. Game of one-upmanship between Allied and Axis powers during World War II. Intense rivalry between European colonial power to colonize Africa during the late 19th century. So ഇതിൽ ഏതാണ്? ഒന്നാമത്തത് ബ്രിട്ടനും റഷ്യയും തമ്മിൽ സെൻട്രൽ ഏഷ്യയിൽ വെച്ചിട്ടുണ്ടാവുന്ന റൈവൽറി, ദെൻ USAയും USSRും തമ്മിലുള്ള റൈവൽറി ഇൻ അഫ്ഗാനിസ്ഥാൻ. തേർഡ് വൺ എന്ന് പറയുന്നത് അലീഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രോബ്ലം. ദെൻ റൈവൽറി ബിറ്റ്വീൻ യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സ് ടു കോളനൈസ് ആഫ്രിക്ക. ഏതിനെയാണ് ഗ്രേറ്റ് ഗെയിം എന്ന പേരിൽ അറിയപ്പെടുന്നത്? അപർണ എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ചോദ്യം ഒന്നുകൂടെ വായിക്കാവുന്നതാണ്, ടൈം എടുത്തോളൂ. എന്തിനെയാണ് ഗ്രേറ്റ് ഗെയിം എന്ന പേരിൽ IR അറിയപ്പെടുന്നത്? ഒന്നാമത്തത് ബ്രിട്ടനും റഷ്യയും തമ്മിൽ ഉണ്ടാകുന്ന റൈവൽറി, രണ്ടാമത്തത് USAയും USSRും അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടുണ്ടായ റൈവൽറി, വേൾഡ് വാർ സെക്കൻഡിലെ ആക്സിസ് പവേഴ്സും അലീഡ് പവേഴ്സും തമ്മിലുണ്ടാകുന്ന റൈവൽറി, ദെൻ ആഫ്രിക്കയെ കോളനൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സിന് തമ്മിലുണ്ടായ റൈവൽറി. 46 എ എന്ന് പറയുന്നുണ്ട്, അപർണ എ എന്ന് പറയുന്നുണ്ട്, ബെസ്റ്റിൻ എ എന്ന് പറയുന്നുണ്ട്, ആദിത്യ വിജയൻ എ എന്ന് പറയുന്നുണ്ട്. തസ്നീന ആൻസർ ചെയ്യുന്നില്ലേ?
യെസ്, തസ്നീന എ എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. താങ്ക് യു തസ്നീന. അപ്പൊ എല്ലാവരും എ എന്നാണ് ആൻസർ ചെയ്യുന്നത്. വെരി ഗുഡ്. എ ആണ് ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് എംപയറും റഷ്യൻ എംപയറും തമ്മിൽ സെൻട്രൽ ഏഷ്യയിൽ വെച്ചിട്ടുണ്ടായുള്ള ഇന്റൻസ് റൈവൽറി ആണ് ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 47th ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് IMF? IMF എല്ലാവർക്കും അറിയായിരിക്കും. IMF, വേൾഡ് ബാങ്ക് ഒക്കെ അല്ലെ, ഇന്റർനാഷണൽ മോണിറ്ററി അസോസിയേഷൻസ് ആണ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് IMF? A, to ensure a stable exchange rate regime and provide emergency assistance to countries facing errors in balance of payments. B, to be a forum for trade and liberalization. C, to assist countries in development. D, to facilitate private investment around the world. So ഇതിൽ ഏതാണ് IMFന്റെ പ്രൈമറി റോൾ ആയിട്ട് വരുന്നത്? എ. തസ്നീന, അപർണ, ആദിത്യ, ബെസ്റ്റിൻ, തസ്നീന എല്ലാവരും എ എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എ ആണോ അതിന്റെ ആൻസർ? IMFും വേൾഡ് ബാങ്കും ഒക്കെ ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ WTO ഇതൊക്കെ ഫോം ചെയ്തിട്ടുള്ള വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. IMF ഏത് ഇയറിലാണ്, WHO ഏത് ഇയറിലാണ്, WTO ഏത് ഇയറിലാണ്. WTOയുടെ ആദ്യത്തെ ഫോം ഏതായിരുന്നു? ഘാട്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏതൊക്കെ എഗ്രിമെന്റ്സ് ആണ് അവർ റീസെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പഠിക്കുമ്പോൾ വളരെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. IR കൂടുതലും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ഓക്കെ സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of these not correct about provisions related to ordinance in Indian Constitution? സോ എല്ലാവർക്കും ഓർഡിനൻസ് എന്താണെന്ന് അറിയായിരിക്കും അല്ലെ. ഓർഡിനൻസ് എന്താണെന്ന് അറിയാതെ ആരെങ്കിലും ഉണ്ടോ? അതായത് യൂഷ്വലി നമ്മുടെ ലോ എന്ന് പറയുന്നത് ഒരു ഹൗസിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ നമ്മുടെ രണ്ട് ഹൗസും ചർച്ച ചെയ്ത് ആ ബില്ല് പാസ്സാക്കും. അത് ലോ ആയിട്ട് മാറാനൊക്കെ ശ്രമിക്കും. ഈ ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാർലമെന്റ് ഫങ്ഷനിങ് അല്ലെങ്കിൽ, പാർലമെന്റ് നിലവിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിയന്തരാവസ്ഥ വരുമ്പോൾ ഗവർണർക്കോ പ്രസിഡന്റിനോ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാനുള്ള പവർ, അവര് പുറപ്പെടുവിക്കുന്ന ഓർഡേഴ്സ് പിന്നീട് അത് ലോ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. സോ ഓർഡിനൻസ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ, President has the power under Article 123 to issue ordinances which will have the effect of law. So I already told you that പ്രസിഡന്റിന്റെ ഏതെങ്കിലും ഒരു ഓർഡർ ലോയുടെ ഇഫക്റ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് പറയുന്നത്. സോ അത് ഏത് ആർട്ടിക്കിൾ ആണ്? ഇവിടെ ആർട്ടിക്കിൾ 123 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗവർണർ ഹാസ് ദ പവർ അണ്ടർ ആർട്ടിക്കിൾ 312 ടു ഇഷ്യൂ ഓർഡിനൻസസ് വിച്ച് വിൽ ഹാവ് ദി ഇഫക്ട് ഓഫ് ലോ ഇൻ ദ സ്റ്റേറ്റ്. സോ ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് ആർട്ടിക്കിൾ 213 ആണെന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റിന്റേത് 123 ആണെന്ന് പറയുന്നുണ്ട്. സി, മാക്സിമം ടെന്യൂർ ഓഫ് ഓർഡിനൻസ് ഈസ് 6 months എന്ന് പറയുന്നുണ്ട്. മാക്സിമം ടെന്യൂർ ഓഫ് ഓർഡിനൻസ് ഈസ് 6 months and 6 weeks എന്ന് പറയുന്നുണ്ട്. ഏതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? 123, 213 എത്ര പേർക്ക് ആൻസർ അറിയാം? ബെസ്റ്റിൻ ഡി എന്ന് പറയുന്നുണ്ട്, അപർണ സി എന്ന് പറയുന്നുണ്ട്, തസ്നീന ഡി എന്ന് പറയുന്നുണ്ട്, ആദിത്യ ഡി എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് കേട്ടോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലാത്തതെന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഡി ആണ് കറക്റ്റ് അല്ലാത്തത്, ഡി ആണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് പറയുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കുക. മാക്സിമം ടെന്യൂർ ഓഫ് ഓർഡിനൻസ് ഈസ് വാട്ട്? 123, 213 എല്ലാവർക്കും ഉറപ്പാണെന്ന് തോന്നുന്നു, രണ്ട് ശരിയാണെന്ന്. ആ ആർട്ടിക്കിള് ഭയങ്കര രസമാണ്, റിതമിക്കൽ ആണ്, അത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 123, 213. സോ മാക്സിമം ടെന്യൂർ എത്രയാണെന്നുള്ളതിനാണ് കൺഫ്യൂഷൻ ഉള്ളത്. സോ മാക്സിമം ടെന്യൂർ എത്രയാണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6 months ആണോ 6 months and 6 weeks ആണോ? ഓക്കെ അപർണ, ഡി മിസ്റ്റേക്ക് ആണെന്നാണ് പറയുന്നത്. സി ഈസ് മൈ ആൻസർ. ഓക്കെ, സി ആണ്
ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെടാത്തത് എന്നാണ് പറയുന്നത്. യെസ്, ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 months and 6 weeks ആണ്. സോ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഓർഡിനൻസുമായിട്ട് കറക്റ്റ് അല്ലാത്ത പ്രൊവിഷൻസ് ഏതാണെന്നുള്ള ചോദ്യത്തിൽ സി ആണ് അതിന്റെ ആൻസർ. പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന റൈറ്റ് ആർട്ടിക്കിൾ 123-ലാണ്. ഗവർണർക്ക് ഓർഡിനൻസിനുള്ള റൈറ്റ് ആർട്ടിക്കിൾ 213-ലാണ്. എന്താ പറയാ, ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 months and 6 weeks ആണ്. ഓക്കെ, സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. സോ നമ്മൾ 41 ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. വിച്ച് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയോ? പാർലമെന്റിലെ 2 ഹൗസസ് ഉണ്ടല്ലോ, ലോകസഭ, രാജ്യസഭ. സോ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രധാനപ്പെട്ട ചില സിറ്റുവേഷൻസിൽ ഈ 2 ഹൗസും ഒരുമിച്ച് ചേർന്ന് എന്താ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനെയാണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഏത് ഗ്രൗണ്ടിലല്ല, വിച്ച് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ജോയിന്റ് സിറ്റിംഗ്, നോട്ട് എ ഗ്രൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ജോയിന്റ് സിറ്റിംഗ് ഇങ്ങനെ ഇരിക്കാത്ത റീസൺസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ A, if after a bill has been passed by one house and transmitted to the other house, the bill is rejected by the other house. ഒരു ഹൗസിൽ നിന്നും ബില്ല് പാസ്സാക്കുകയും അടുത്തൊരു ഹൗസിലേക്ക് അയക്കുകയും ചെയ്ത് ആ രണ്ടാമത്തെ ഹൗസ് അതിനെ റിജക്ട് ചെയ്തു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ജോയിന്റ് സിറ്റിംഗ് നടക്കാം. If even after passing the bill by parliament, president has refused to give assent to the bill. പാർലമെന്റ് പാസ്സാക്കിയിട്ടും ചില ബില്ലിന് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജോയിന്റ് സിറ്റിംഗ് നടത്താം. ഓപ്ഷൻ സി, the houses have finally disagreed as to the amendments to be made in the bill. So അമെന്റ്മെന്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സ് വരുവാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗിന് ഇരിക്കാം. More than 6 months lapse from the date of reception of the bill by the other house without bill being passed by it. അതായത് ബില്ല് പാസ്സാകാതെ ഒരു 6 months ലാപ്സിൽ കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോയിന്റ് സിറ്റിംഗിലേക്ക് പോവാം. ഇതിൽ ഏത് ഗ്രൗണ്ടിലാണ്, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം, ഏത് ഗ്രൗണ്ടിലാണ് ജോയിന്റ് സിറ്റിംഗ് നടക്കാത്തത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇതിൽ ഏതൊക്കെയോ ഗ്രൗണ്ട് ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധമില്ല, ചില ഇതിൽ നമുക്ക് ജോയിന്റ് സിറ്റിംഗ് നടത്താം, ചിലതിൽ ജോയിന്റ് സിറ്റിംഗ് നടത്താൻ പറ്റില്ല. 49. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എല്ലാവരും ബി എന്നാണ് ആൻസർ ചെയ്യുന്നത്. പക്ഷെ ഒന്നും കൂടി ഓപ്ഷൻസ് വായിച്ചേ. ഞാൻ ഒന്നുകൂടെ പറയാം. ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധമില്ലാത്ത സിറ്റുവേഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. ചില ഗ്രൗണ്ടിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തും, ചില ഗ്രൗണ്ടിൽ ജോയിന്റ് സിറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, അതായത് ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ട്രിക്കിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതല്ലേ ആൻസർ, അതല്ലല്ലോ എന്ന്. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ ആ ചോദ്യത്തിനനുസരിച്ചുള്ള ആൻസർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒന്നുകൂടി എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. ബി പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ നോർമലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ബി ഓപ്ഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബി ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എനിക്ക് മനസ്സിലായി. അതായത് ഒരു പാർലമെന്റിൽ നിന്ന് ഒരു ബില്ല് പാസ്സായി, പ്രസിഡന്റ് അതിന് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞ് നമുക്ക് ജോയിന്റ് സിറ്റിംഗ് നടത്താൻ പറ്റില്ല. പക്ഷേ ആസ് ഐ സെഡ് ഏർലിയർ, ഈ ഒരു കോണ്ടെക്സ്റ്റ് ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധപ്പെടാത്ത സാഹചര്യമാണ്. അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആണ്. പാർലമെന്റിൽ നിന്നും പുറത്തേക്ക് പോയൊരു ബില്ലിനെ കുറിച്ചിട്ട് യാതൊരു രീതിയിലും ജോയിന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കോണ്ടെക്സ്റ്റ് ആണ്. സോ അത് എലിമിനേറ്റഡ് ആയി പോകും ആ ഓപ്ഷൻ. ബാക്കിയുള്ള 3 സിറ്റുവേഷൻസ് നോക്കുക. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഒരു ബില്ല് ഒരു ഹൗസിൽ നിന്നും പാസ്സായി അടുത്തൊരു ഹൗസിലേക്ക് പോകുന്നു. ആ ഹൗസ് അതിനെ റിജക്ട് ചെയ്യുവാണെങ്കിൽ ഈ കൺഫ്യൂഷൻസിനെ മാറ്റാൻ വേണ്ടി ജോയിന്റ് സിറ്റിംഗ്, അത് 108 പറയുന്ന കൃത്യമായിട്ടുള്ള ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ചാണ്. ആൻഡ് ഡി ഓപ്ഷൻ നോക്കുക. മോർ ദാൻ 6 months ലാപ്സ് വരുവാണെങ്കിൽ അവിടെയും ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. റിജക്ട് ആവുന്നില്ല എന്നേ ഉള്ളൂ. സെക്കൻഡ് ഹൗസ് യാതൊരു വിധത്തിലുള്ള ഒപ്പീനിയനും തരുന്നില്ല എങ്കിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തി ആ കൺഫ്യൂഷൻ പരിഹരിക്കാം. മൂന്നാമത്തെ രീതി നോക്കുക. മൂന്നാമത്തെ രീതിയിൽ ബില്ല് ഇപ്പോഴും ഹൗസിൽ തന്നെയാണ്, പക്ഷേ ആ ബില്ല് അമെൻമെന്റ് ബില്ലാണ്. അമെൻമെന്റ് ബില്ലിൽ ഒരിക്കലും ജോയിന്റ് സിറ്റിംഗ് നടത്താൻ വേണ്ടി പറ്റില്ല. അമെൻമെന്റ് ബില്ല് 368 പ്രകാരമാണ്. 108 പ്രകാരം എല്ലാ ലോസും ഹൗസിൽ വരുന്നതും എല്ലാ ബില്ലും അവിടെ എന്താ പറയാ
ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ബില്ല് ലോ ആവുന്നതും ഒക്കെ ആർട്ടിക്കിൾ 108 പ്രകാരമാണ്. പക്ഷേ എക്സെപ്റ്റ് അമെന്റ്മെന്റ് ബിൽ, അമെന്റ്മെന്റ് ബില്ല് ഒരു ഹൗസിൽ ചർച്ചയാവുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ഓക്കെ, സോ ആ 368 പ്രകാരമുള്ള അമെന്റ്മെന്റ് ബില്ലിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് വരുവാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് നടത്താൻ പറ്റില്ല. ബാക്കി ഏത് ലോയുടെ കാര്യത്തിൽ ഡിസഗ്രിമെന്റ് വരുവാണെങ്കിലും ജോയിന്റ് സിറ്റിംഗ് നടത്താവുന്നതാണ്. പക്ഷെ അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ ഡിസഗ്രിമെന്റ്സ് വരുവാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് നടത്താൻ പറ്റില്ല. സോ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബി എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റഡ് ആയി പോകും. കാരണം അതിന്റെ പാർലമെന്റ് ഓൾറെഡി പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റിന്റെ കയ്യിലേക്ക്, ആ ഒരു സിറ്റുവേഷനെ ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെലവെന്റ് അല്ലാത്ത സിറ്റുവേഷൻ ആണ്. ഞാൻ പിന്നെയും പറയുന്നു, ഓപ്ഷൻസ് ട്രിക്കി ആയിട്ട് ചോദിക്കും. ആ ചോദ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൻസർ ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. സോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. Who became the president on issue of whose election in 1969 the Congress was divided into two parts? So കോൺഗ്രസ് രണ്ട് ഡിവിഷൻ ആയിട്ട് മാറിയത് വളരെ പ്രോമിനന്റ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ. ഒന്ന് മൊറാർജി ദേശായിയുടെ കീഴിലും സംഘടനാ കോൺഗ്രസും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കീഴിലും. സോ ഇങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ആയപ്പോഴത്തേക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഇലക്ഷൻ ഏത് പ്രസിഡന്റിന്റെ ആയിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി, വി ഗിരി, സാക്കിർ ഹുസൈൻ, രാധാകൃഷ്ണൻ. ഇതിൽ ആരുടെയാണ്? അപർണ വി ഗിരി എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നീലം സഞ്ജീവ റെഡ്ഡി, വി ഗിരി, സാക്കിർ ഹുസൈൻ ആൻഡ് രാധാകൃഷ്ണൻ. ഏതാണ് വരിക? എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ എല്ലാരും ഒന്ന് നന്നായിട്ടൊന്ന് ആൻസർ ചെയ്തേ. തസ്നീന ബി എന്ന് തന്നിട്ടുണ്ട്, ആദിത്യ വിജയൻ ബി എന്ന് തന്നിട്ടുണ്ട്, ബെസ്റ്റിൻ വർക്കി ബി എന്ന് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വി ഗിരിയാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. സോ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ ക്ലാസ്സിനെ പറ്റിയോ? ജഫ്ന, ഐ സി. ഓക്കെ, ബി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ജസ്ന. റൈറ്റ് ആൻസർ ആണ്. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ലൈക്ക് യു. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു 1.5 hour വരുന്ന മാരത്തോൺ ആണ്. നമ്മൾ 2 hours ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ പെട്ടെന്ന് തീർന്നു. സോ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കാൻ? നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചാറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അത് ഞാൻ മാക്സിമം ആൻസർ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടിപ്സ് പറഞ്ഞ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന്, എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നമുക്ക് കുറച്ച് ടിപ്സുകളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ക്വസ്റ്റ്യനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സുകളെ കുറിച്ചിട്ടോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒന്ന് മെൻഷൻ ചെയ്യോ? നെറ്റ് എക്സാമിന്റെ ഏജ് ലിമിറ്റ് ഒന്ന് പറയോ? നെറ്റ് എക്സാമിന്റെ ഏജ് ലിമിറ്റ് ഐ തിങ്ക് അത് കാറ്റഗറി അനുസരിച്ച് വേരി ചെയ്തിരിക്കും. OBC ആണെങ്കിൽ എനിക്കൊന്ന് 35 വരെയൊക്കെ എഴുതാൻ തോന്നുന്നു. JRF മാത്രമേ ലിമിറ്റ് ഉള്ളൂ. നെറ്റ് നിങ്ങൾക്ക് ഏത് ഏജിലും എഴുതാം. JRF OBCക്ക് 35 ആണെന്ന് തോന്നുന്നു. ജനറൽ വരുമ്പോൾ 32 സംതിങ് ലൈക്ക് ദാറ്റ്. കാറ്റഗറി വൈസിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ തസ്നീന എല്ലാ മൊഡ്യൂളും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ റീസെന്റ് ഒരു എന്താ പറയുക അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, പിന്നെ പൊളിറ്റിക്കൽ തിയറി, ഈ സെക്ഷനിൽ നിന്നും ഒരുപാട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരുപാട് ഫാക്ട്സ് ചോദിക്കുന്നുണ്ട്. ബർത്ത് ഇയർ അല്ലെങ്കിൽ ഡെത്ത് ഇയർ അല്ലെങ്കിൽ അവരെഴുതിയ പുസ്തകങ്ങള്, പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എന്നാൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മൂവ്മെന്റ്സ്, പിന്നെ പ്രധാനപ്പെട്ട ഗവൺമെന്റൽ പോളിസീസ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് തിയറികളും കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിഫിക് മാൻ, അല്ലെങ്കിൽ എൽട്ടൺ മായുടെ ഹ്യൂമൻ റിലേഷൻസ്, എക്സ്പീരിയൻസ്, ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തിങ്കേഴ്സിന്റെ പേരുകളും അങ്ങനെ ചോദിക്കാറുണ്ട്. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് വളരെ ജനറൽ ആയിട്ട് ഞാൻ പറയാണ്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് പാറ്റേൺസിനനുസരിച്ച് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത്. ഓക്കെ, തീർച്ചയായും നിങ്ങൾ കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം, തിയറി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫാക്ട്സിന് അതേപോലെയുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ആൾക്കാരുടെ പേരുകൾ, അവരുടെ ബർത്ത് പ്ലേസ്, അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നന്നായിട്ട് PYQs പ്രാക്ടീസ് ചെയ്യുക. PYQs സീരീസ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഹെൽപ്പിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് PYQs പ്രാക്ടീസ് ചെയ്യുക. PYQs വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളത്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? പ്രിപ്പറേഷനെ കുറിച്ചിട്ടും ഇതാണ് കേട്ടോ പൊതുവേ പറയാനുള്ളത്. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള പ്രിപ്പറേഷനും കൂടെ നിങ്ങൾ നടത്തുക. പലപ്പോഴും അത് കുട്ടികൾ വിട്ടുപോകും. ഇയറുകളൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ സ്കിപ്പ് ചെയ്യും. പക്ഷെ ഇയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുസ്തകങ്ങളുടെ പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ വിചാരിക്കണോ വേറൊന്നും ചോദിക്കാനില്ലാന്ന്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ എല്ലാവരും ഡിസംബറിൽ നെറ്റ് എഴുതാൻ പോവാണ്. അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, PYQs ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ആദ്യത്തെ തവണ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, പിന്നെ കുറച്ച് എന്താ പറയാ ഈസി ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ സോ എന്താ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ 2-3 തവണയൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഓപ്ഷൻസിൽ ഞാൻ പറഞ്ഞതുപോലെ ട്രിക്സ് ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസിലും ഒക്കെ ട്രിക്സ് ഉണ്ടാവും. നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് to all these classes and all these questions. And if you have any doubts, you can നമ്മുടെ I+ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. Okay, so best of luck for your exam and thank you.